നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. മദ്യത്തിനും ലഹരിക്കും അടിമകളായ ഭർത്താക്കന്മാർ എത്രയോ യുവതികളുടെ ജീവിതമാണ് തകർക്കുന്നത്. നല്ലൊരു ദാമ്പത്യ ജീവിതം സ്വപ്നം കാണുന്നവർ ഭർത്തൃവീട്ടിൽ ഭീതിയോടെ കഴിയേണ്ടി വരുന്ന അവസ്ഥ. ഒടുവിൽ ഭർത്താവിന്റെ കൊലക്കത്തിക്കിരകളാകുന്നു. കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ യുവാവ് ഭാര്യയെ വെട്ടിക്കൊന്ന സംഭവം ലഹരിയുടെ ഭീകരതയാണ് തുറന്നുകാട്ടുന്നത്. ആക്രമണത്തിൽ ഭാര്യയുടെ മാതാപിതാക്കൾക്കും വെട്ടേറ്റു. കക്കാട് സ്വദേശിനി ഷിബിലയാണ് കൊല്ലപ്പെട്ടത്. സംഭവം ആസൂത്രിതമെന്ന് പോലീസ് പറയുന്നു. കൊല നടത്തണമെന്ന ലക്ഷ്യത്തോടെയാണ് പ്രതി യാസിർ വീട്ടിലെത്തിയതെന്ന് ദൃക്സാക്ഷി പറഞ്ഞു. ഞാൻ വരുമ്പോൾ അവള് ബ്ലഡ് ഒഴുകി അവിടെ കിടക്കുകയായിരുന്നു. അവൻ കത്തി വീശിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരിക. ഞാനങ്ങോട്ട് എത്തിയപ്പോൾ എൻ്റെ നേരെ വന്നു. അപ്പോഴാണ് ഞാൻ ഈ സൈക്കിൾ എടുത്തിട്ട് അവന്റെ നേരെ വീശി. അവൻ കാറിലേക്ക് കയറിയപ്പം ഈ കാർ ഞാൻ സൈക്കിള് കാറിന്റെ മുകളിലേക്ക് എറിയുകയും ചെയ്തു. കുഞ്ഞി എന്ന് പറഞ്ഞ വ്യക്തി അഥവാ ഉപ്പുണ്ടാക്കി ഒരു കല്ലെടുത്ത് കാറിന്റെ ഗ്ലാസുമൊക്കെ എറിയുകയും ചെയ്തു. പുള്ളി കൊല്ലപ്പെടുത്തിയ യാസർ കാറെടുത്ത് പെട്ടെന്ന് പോവുകയും ചെയ്തു. ഞാൻ കാറെടുത്ത് വന്നിട്ട് അവരെ എടുത്ത് കുഞ്ഞിന്ന് പറഞ്ഞ ആളെയും എടുത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോയി. സ്ഥിരമായി ലഹരിക്കടിമയാണ് പ്രതി യാസിറെങ്കിലും കൃത്യം നടന്ന സമയത്ത് ലഹരി ഉപയോഗിച്ചിരുന്നതില്ലെന്ന് വ്യക്തമായതായി പോലീസ് പറഞ്ഞു. ബന്ധം വേർപെടുത്തുന്നതിൽ യാസിറിന് പൂർണ്ണ താല്പര്യമില്ലായിരുന്നുവെന്ന് മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം കൊടുത്ത മുൻ വാർഡ് മെമ്പർ വർഗീസ് വ്യക്തമാക്കി. എന്നാൽ യാസിറിൽ നിന്നും കടുത്ത പീഡനമാണ് ഷിബിലയ്ക്ക് നേരിടേണ്ടി വന്നത്. ഇവിടെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി പരമാവധി ശ്രമിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവര് പള്ളി കമ്മിറ്റി പരാതി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരെ ബന്ധുവായിട്ടുള്ള ഒരു മജീദ്, ഒരു വാർത്താ രംഗത്തുള്ള ഒരു മജീദുണ്ട് പരപ്പുമ്പയിൽ. അവൻ്റെ ബന്ധുവാണ്, ഇവരുടെ ബന്ധുവാണ്. അവനോട് പോയി പറഞ്ഞിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തപ്പോൾ പോലീസ് ഇവരെ രണ്ടുപേരെ കൂട്ടരെയും വിളിച്ചിട്ട് താക്കീത് ചെയ്യുകയും ഒരു മാസം, ഈ നോയമ്പ് മാസം എന്ന രൂപത്തിലാണ് അവർ ചിന്തിച്ചതെന്ന് എനിക്ക് തോന്നുന്നത്. ഈ ഒരു മാസം കഴിഞ്ഞിട്ട് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് പറഞ്ഞു. നീ അങ്ങോട്ട് പോവുകയും വേണ്ട, ബന്ധപ്പെടുകയും വേണ്ട എന്ന് ഇവന് താക്കീതും കൊടുത്തിരുന്നു. അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഈ കുട്ടീൻ്റെ ബർത്ത്ഡേ വരുന്നു. ബർത്ത്ഡേക്ക് ഇവനെ ക്ഷണിച്ചില്ല. അത് വലിയ വികാരം ഇവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എന്നോട് ഇവനെ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ആ വരാതെ നിന്നപ്പോൾ ഇവളുടെ തുണിയെടുത്ത് അവൻ കത്തിച്ചു ഷിബിലേറ്റ്. എന്നിട്ട് അത് പോസ്റ്റ് ഇട്ടു. അത് ഞാനും കണ്ടു. അപ്പോൾ ഇവർക്കൊരു ഭയം വന്നു. ഈ ആധാർ കാർഡും SLC ബുക്കും ഒക്കെ ഉണ്ട്, അതും കത്തിക്കുമെന്നു. അന്നേരം ഇവർ എൻ്റെ അടുത്ത് വരുന്നത് അത് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്. കൊല്ലപ്പെട്ട ഷിബിലയുടെ പിതാവാണ് നിലവിലെ സംഭവവികാസങ്ങൾക്ക് കാരണമെന്നാണ് യാസിറിന്റെ കുടുംബത്തിന്റെ ആരോപണം. തെറ്റൊക്കെ ഉണ്ടാകുമ്പോ ഇങ്ങനെ വാശി പിടിക്കില്ല എന്നോളെ വാപ്പയമ്മയൊക്കെ പറഞ്ഞിക്ക്. 12 മണി വരെ രണ്ടാള് പറഞ്ഞിട്ടു, ഞങ്ങൾ പറഞ്ഞിട്ടു കേൾക്കാണ്ടായപ്പോൾ ഓള് പോയത് അവലെ കൂടെ ഇറങ്ങിയിട്ട്. അപ്പം പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് കൊണ്ടാക്കാന്നുള്ള വാപ്പയമ്മയും പറഞ്ഞിട്ടാ പോയത്. അവിടെ തമ്പിച്ചേട്ടനുണ്ട്, മുനീർ എന്ന് പറഞ്ഞ ആള് തിരിച്ചു വന്നില്ല, തിരിച്ചു വെട്ടിയില്ല. പിന്നെ 2-3 പോക്ക് വേഗം പോയപ്പോ ഒക്കെ ഓള് പോരാന്ന് പറയുന്നുണ്ട്. വാപ്പ എങ്ങനാന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞു അങ്ങോട്ട് വീട്ടിലേക്ക് പോണ്ട, കുറച്ചാടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞതാ. അങ്ങനെ ഒരു പിന്നെ ഡ്രസ്സിന് ആവശ്യപ്പെട്ട് കുറ്റൂസുണ്ട് ഡ്രസ്സിന് ആവശ്യപ്പെട്ട് അത് കൊണ്ടു കൊടുത്ത് അത് കഴിഞ്ഞിട്ട് വരാന്ന് പറഞ്ഞതാ. പിന്നെ ഇതുവരെ വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കലുണ്ടായിരുന്നു. നമ്മളെ വർത്താനം ചോദിച്ചു. അതേസമയം സംഭവത്തിലേക്ക് നയിച്ച സാഹചര്യത്തിൽ യാസിറിന്റെ കുടുംബത്തിനും പങ്കുണ്ടെന്നാണ് ഷിബിലയുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ വർഷം മാത്രം അനീഷ് കോഴിക്കോട് നിന്ന് റിപ്പോർട്ട് ചെയ്തത്, പ്രത്യേകിച്ചും താമരശ്ശേരി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത് 4-ലധികം കൊലക്കേസുകളാണ്. ആ 4ഉം സംഭവിച്ചത് വീടുകളിലാണ്. ഈ വർഷം ആദ്യം, അതായത് 2025 തുടക്കത്തിൽ താമരശ്ശേരിയിൽ ലഹരിക്കടിമയായ യുവാവ് അമ്മയെ കൊലപ്പെടുത്തുന്നു. ആഷിഖ് എന്ന യുവാവ് അമ്മയെ കൊലപ്പെടുത്തുന്നു. ഏറ്റവും ഒടുവിൽ ഈ ആഷിഖിന്റെ സുഹൃത്തായിട്ടുള്ള യാസിർ ഭാര്യയെ കൊലപ്പെടുത്തുന്നു. ഈ ഓരോ സംഭവങ്ങളും പരിശോധിച്ച് നോക്കിയാൽ ഇവിടെ ലഹരിയാണ് വില്ലനാകുന്നത്. പക്ഷെ അതിനപ്പുറം ചില കുടുംബ പ്രശ്നങ്ങളൊക്കെ കാരണമായി ബന്ധുക്കൾ ആരോപിക്കുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതിന്റെ കാരണം ഈ അരുൺ കൊലയുടെ ഭാര്യ ഷിബിലയെ കൊലപ്പെടുത്താനുള്ള കാരണം എന്തെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമായിരിക്കുന്നത്. അനീഷ്,
ടോമ്, സാധാരണഗതിയിൽ ഉണ്ടാവുന്ന കുടുംബ പ്രശ്നങ്ങൾക്ക് അപ്പുറമുള്ള കുടുംബ പ്രശ്നങ്ങളൊന്നും ഇവിടെ ഈ ഏറ്റവും ഒടുവിൽ നടന്ന ഷിബിലിയുടെയും യാസിന്റെയും കാര്യത്തിലും നടന്നിട്ടില്ലെന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പക്ഷേ ഇത്തരത്തിൽ ഇടപെടുമ്പോൾ ഒരു വശത്ത് ഉണ്ടാവുന്ന ഒരു ക്രിമിനൽ വാസന അത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പ്രവചിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് നീങ്ങുന്നു എന്നതാണ് വസ്തുത. കാരണം താമരശ്ശേരി മേഖലയിൽ മാത്രം വയനാട് ചുരത്തിന് താഴം കോഴിക്കോട് നഗരത്തിനും ഒടുവിൽ ഈ ലഹരി മാഫിയകളുടെ വിളയാട്ടം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തന്നെ വലിയ തോതിൽ ഉണ്ടാവുന്നു എന്നാണ് നാട്ടുകാരും പ്രാദേശിക ജനപ്രതിനിധികളുമൊക്കെ പറയുന്നത്. പ്രത്യേകിച്ച് നമുക്കറിയാം, നേരത്തെ മുതൽ കൊടുവള്ളി മേഖലയൊക്കെ ഈ കുഴൽപ്പണത്തിന്റെയും സ്വർണ്ണക്കടത്തിന്റെയും ഒക്കെ ഒരു കേന്ദ്രമായിരുന്നു. അവിടം തന്നെയാണ് ഇപ്പോൾ ഈ മയക്കുമരുന്ന് മാഫിയകളുടെ ഒരു വിളനിലമായി മാറിയിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ പ്രവണതകൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയെ സഹപാഠി മർദ്ദിച്ചു കൊല്ലുന്നു, അമ്മയെ തലക്കടിച്ചു കൊല്ലുന്ന മകൻ, MDMA കഴിച്ച ശേഷം മരിക്കുന്ന യുവാവ്, സഹോദരനെ തലയ്ക്ക് വാൾ കൊണ്ട് വെട്ടിവീഴ്ത്തുന്ന യുവാവ് എന്നിങ്ങനെ ഈ മേഖലയിൽ മാത്രം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ക്രിമിനൽ കേസുകളുടെ എണ്ണം വളരെ വലുതാണ്. നമുക്കിപ്പോൾ കൊടുവള്ളിയിലെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമുണ്ട്. ഈ താമരശ്ശേരി മേഖലയിൽ മാത്രം കഴിഞ്ഞ കുറച്ച് നാളുകളായി വരുന്ന ഈ കുറ്റകൃത്യങ്ങളുടെ എണ്ണം നമ്മളെയൊക്കെ ഞെട്ടിക്കുന്ന രീതിയിലാണ്. പ്രാദേശിക തലത്തിൽ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് പോലും നടുക്കമുണ്ടാക്കുന്ന കാര്യങ്ങളല്ലേ? അതെ 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 ശരിക്കും 2 മാസം കൊണ്ട് 4 ഈ തരത്തിലുള്ള ക്രൂരമായ മരണങ്ങളാണ് ആ പ്രദേശത്ത് ഉണ്ടായിട്ടുള്ളത്. താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഉണ്ടായിട്ടുള്ളത്. ഒന്ന് മകൻ ഉമ്മയെ കൊന്നു, MDMA വിഴുങ്ങി മരിച്ചു, ഷഹബാസിന്റെ മരണം, അതുപോലെ തന്നെ ഇപ്പം ഈ പെൺകുട്ടിയുടെ മരണം. ഇതിനിടയ്ക്ക് ഒരു സഹോദരന്റെ തലയ്ക്ക് വാളിന് വെട്ടിയ സംഭവം. അതെ 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 ഈ തരത്തിൽ 4-5 സംഭവങ്ങളാണ് 2 മാസത്തിനുള്ളിലായിട്ട് താമരശ്ശേരി പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ താമരശ്ശേരി പോലീസ് സ്റ്റേഷന്റെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാതെ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിന് നടപടിയെടുക്കാനോ പരിഹരിക്കാനോ നമ്മുടെ നിലവിലുള്ള പോലീസ് സംവിധാനത്തിന് കഴിയില്ല. ഈ പോലീസ് സംവിധാനത്തിന്റെ മാത്രം പ്രശ്നമാണോ ഈ ആളുകള് ഈ പോലീസിംഗ് തടയുന്നതിലുപരി ഇതൊരു ജനകീയ പ്രശ്നമായി മാറുന്നില്ല? നമുക്കറിയാം, കൊടുവള്ളി മേഖലയൊക്കെ നേരത്തെ കള്ളക്കടത്തിനും സ്വർണ്ണക്കടത്ത് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഇടങ്ങളാണ്. പക്ഷെ അതിപ്പോൾ ഈ മയക്കുമരുന്നിലേക്ക് മാറിയിരിക്കുന്നു. ഈ സ്വർണ്ണക്കടത്തും കള്ളക്കടത്തും ആയിട്ട് ഇതും രണ്ട് വിഷയമാണ്. ഇത് നാടിനെ കാർന്ന് തിന്നുന്ന ക്യാൻസറാണ്. ഈ ലഹരി ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത് വിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിന്റെ മാഫിയകൾ എന്ന് പറഞ്ഞാലും നമ്മുടെ നാടിനെ കവർന്ന് തിന്നുന്ന ക്യാൻസറാണ്. അപ്പൊ ഇതിനെ ഈ പോലീസ് സംവിധാനത്തോടൊപ്പം തന്നെ നിങ്ങൾ ചൂണ്ടിക്കാണിച്ചതുപോലെ പൊതുസമൂഹവും ഉണർന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ജാതി മത ഭേദമന്യേ എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പ്രതിരോധിക്കേണ്ടത് അത്യാവശ്യമാണ്. പുതുപ്പാടി പഞ്ചായത്തിൽ ആഷിഖിന്റെ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഒരു ജനകീയ സമിതി ഉണ്ടാക്കുകയും എല്ലാ വാർഡുകളിലും വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഈ തരത്തിലുള്ള ഒരു ജനകീയ സമിതി ജാഗ്രതാ സമിതി ഉണ്ടാക്കുകയും ആ ജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിലുള്ള പ്രവർത്തനങ്ങളുമായിട്ട് പുതുപ്പാടി ഗ്രാമപഞ്ചായത്തിൽ വളരെ സജീവമായിട്ട് മുന്നോട്ട് പോവുകയാണ്. ജനങ്ങളും അതുപോലെ തന്നെ പോലീസ് സംവിധാനം കുറേയും കൂടിയും എക്സൈസും പോലീസ് സംവിധാനവും കുറേയും കൂടി ഉണർന്നു പ്രവർത്തിക്കേണ്ട ആവശ്യമായിട്ടുണ്ട്. ടോമ്, അങ്ങനെ പറയുമ്പോഴും ഈ ലഹരി മാഫിയയുടെ ഇടപെടൽ വലിയ തോതിൽ വർദ്ധിക്കുന്ന ഒരു കാഴ്ച ഇപ്പോൾ ഈ പ്രതി ഈ നമ്മൾ കാണുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയാണ്. ഈ മോർച്ചറിക്കുള്ളിൽ അല്പസമയം മുമ്പ് താമരശ്ശേരി പോലീസ് പ്രതി യാസിറിനെ എത്തിച്ചിരുന്നു. ഈ ഫോറൻസിക് പരിശോധനകളുമായി ബന്ധപ്പെട്ടാണ് യാസിറിനെ എത്തിച്ചിരുന്നത്. അതിന് തൊട്ടു മുമ്പ് ഏതാണ്ട് 5 മിനിറ്റ് മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി യാസിറിന്റെ ഭാര്യ ആയിരുന്ന ഷിബിലയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ഇവിടെ നിന്നും പള്ളിയിലേക്ക് കുളിപ്പിക്കാനായി കൊണ്ടുപോയിരിക്കുന്നത്. അല്പസമയത്തിനകം വീണ്ടും ഇവിടേക്ക് എത്തിച്ച ശേഷം പിന്നീട് താമരശ്ശേരിയിലേക്ക് കൊണ്ടുപോകും. ഇന്നലെ രാത്രി ഈ കൃത്യം നടത്തിയ ശേഷം ഈ പ്രതി ഒളിവിൽ പോയിരുന്നു. കുറച്ചു നേരത്തേക്ക് തെരഞ്ഞ ശേഷം കണ്ടെത്താൻ കഴിഞ്ഞില്ല. പിന്നീട് ഈ ഷിബിലയുടെ മൃതദേഹം എത്തിച്ചു. പിതാവ് അബ്ദുറഹ്മാനെ വെട്ടേറ്റ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പ്രവേശിപ്പിച്ചു. ഇതേ ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന്റെ മുൻവശത്ത് കാറിൽ ഈ യാസിർ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് നാട്ടുകാർ ഈ പൊട്ടിയ ചില്ലുള്ള കാറ് കണ്ടെത്തി തിരിച്ചറിയുകയും പിന്നീട് പോലീസിൽ പിടിച്ചേൽപ്പിക്കുകയുമായിരുന്നു. ഈ ചില്ല് പൊട്ടിയതൊക്കെ ഈ വീട്ടിൽ സംഘർഷം നടന്നപ്പോൾ നേരത്തെ നമ്മളോട് വാർഡ് മെമ്പറുടെ വാക്കുകൾ കേട്ടു.
അതനുസരിച്ച് ഈ SLC ബുക്കും ആധാർ കാർഡും കൈമാറാനായി ഇന്നലെ ഉച്ചയ്ക്ക് ഈ യാസിർ ഈ വീട്ടിലേക്ക് എത്തുന്നു. അവിടെ വെച്ച് കാർഡുകൾ ഈ രേഖകൾ കൈമാറുന്നു. ഇതിനുശേഷം വൈകിട്ട് വീട്ടിലെത്തി സലാം പറഞ്ഞ് നമുക്ക് പിരിയാമെന്ന് പറയുന്നു. ഒരു മാസത്തിനുള്ളിൽ നോമ്പുകാലം കഴിയുമ്പോൾ മറ്റു നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഈ വിവാഹമോചനം എന്നതിലേക്ക് എത്താമൊക്കെ എന്നുള്ള ധാരണയിലേക്ക് എത്തുന്നു. പക്ഷേ ഇതൊക്കെ പറഞ്ഞ് ഉച്ചയ്ക്ക് പിരിഞ്ഞയാൾ വൈകുന്നേരം വീണ്ടും വീട്ടിലേക്ക് മടങ്ങിയെത്തുകയാണ്. പ്രാർത്ഥന കഴിഞ്ഞ് നോമ്പുതുറ കഴിഞ്ഞ് വീട്ടിനുള്ളിൽ നിൽക്കുന്ന ഈ ഷിബിലിയെ വലിച്ചിറക്കി പുറത്തേക്ക് കൊണ്ടുവരികയും കഴുത്തിന് കുത്തി കൊലപ്പെടുത്തുകയുമാണ്. ഇത് കണ്ട് ഈ ഷിബിലിയുടെ പിതാവ് തടയാനെത്തിയപ്പോഴാണ് അദ്ദേഹത്തിനും കുത്തേറ്റത്. എന്തായാലും കുത്തേറ്റെങ്കിലും ഈ പ്രതിക്ക് പിന്നാലെ ഈ അബ്ദുറഹ്മാൻ ഓടി ഒരു കല്ലെടുത്ത് വാഹനത്തിന്റെ ചില്ല് ഇടിച്ചു തകർത്തു. ആ ചില്ല് പൊട്ടിയതുകൊണ്ടാണ് പിന്നീട് ആളുകൾക്ക് ഈ വാഹനം പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയുന്നത്. ഇതേ സമയത്ത് തന്നെ ഈ കൊലപാതകം നടക്കുമ്പോൾ സമീപവാസിയായ നമ്മൾ നേരത്തെ കേട്ട നാസർ എന്ന ആൾ ഇവിടേക്ക് ഓടിയെത്തി. അദ്ദേഹം ഇത് തടയാനായി ചെന്നപ്പോൾ അദ്ദേഹത്തിന് നേരെയും കത്തി വീശിയാണ് ഇയാൾ ഭീഷണിപ്പെടുത്തിയത്. തുടർന്ന് ഒരു ചെറിയ സൈക്കിൾ എടുത്ത് പ്രതിരോധിച്ചാണ് അദ്ദേഹം അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തത്. അതിനുശേഷം ആ സ്ഥലത്തു നിന്നും അപ്രത്യക്ഷനായ യാസിറിനെ രാത്രിയോടുകൂടി ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ അത്യാഹിത വിഭാഗത്തിന് മുമ്പിൽ നിന്ന് പിടികൂടുകയും പോലീസ് കസ്റ്റഡിയിലേക്ക് മാറ്റുകയുമാണ് ഉണ്ടായത്. അല്പസമയം മുമ്പ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ എത്തിച്ചു. വാഹനത്തിൽ ഫോറൻസിക് പരിശോധനകളും മറ്റുമൊക്കെ നടത്തി. അതിന് പിന്നാലെയാണ് പ്രതിയുമായി പോലീസ് ഇവിടേക്ക് വരികയും രീതിയിലുള്ളൊരു കൊലപാതകമാണ്. വിവാഹം കഴിച്ചവരാണെന്നാണ് മനസ്സിലാക്കുന്നത്. വിവാഹത്തിന് മുൻപ് തന്നെ യാസർ ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന വിവരം ഷിബിലയ്ക്ക് അറിയാമായിരുന്നു. വീട്ടുകാർ അത് എതിർത്തിരുന്നു. എന്നാൽ ഇതൊന്നും വീട്ടുകാരുടെ എതിർപ്പെല്ലാം അവഗണിച്ചുകൊണ്ടാണ് യാസറുമായി ഷിബില വിവാഹം കഴിക്കുന്നത്. അങ്ങനെ 2020 വിവാഹിതരായ ശേഷം ഷിബിലയും യാസറും ഒരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നീട് എന്താണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അതായത് ലഹരിക്കടിമയായ യാസറിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഷിബിലയ്ക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, ക്രൂരമായ പീഡനം ഏൽക്കേണ്ടി വരുന്നു. അങ്ങനെ ഷിബില സ്വന്തം വീട്ടിലേക്ക് പോയെന്നാണോ കരുതേണ്ടത്? കാരണം അത്തരമുള്ള ചില പ്രതികരണങ്ങളൊക്കെ നാട്ടുകാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. അങ്ങനെയെങ്കിൽ പിന്നെ എവിടെയായിരിക്കാം ഇവരുടെ ഈ കുടുംബജീവിതത്തിൽ എന്തായിരിക്കാം പ്രശ്നമുണ്ടായത്? ഈ ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള ആക്രമണമാണോ ഇരുവരും തമ്മിൽ വേർപിരിയാനുള്ള കാരണമായത്? പിന്നീട് ചില ഒത്തുതീർപ്പ് ശ്രമങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അത് പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കേണ്ടത് അനീഷേ. ടോം കേവലം 25 വയസ്സ് മാത്രം പ്രായമുള്ള ആളാണ് ഈ യാസർ. ഭാര്യയ്ക്കും ഏതാണ്ട് അതിനടുത്ത പ്രായം മാത്രമാണുള്ളത്. വളരെ ചെറുപ്പത്തിൽ തന്നെ പ്രണയിച്ചിരുന്നു. ഏതാണ്ട് ഒരു 17 വയസ്സ് അല്ലെങ്കിൽ +2 കാലമൊക്കെ മുതൽ തന്നെ വലിയ പ്രണയത്തിലായിരുന്നു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇതിനുശേഷം വീട്ടുകാർ ഈ വിവാഹത്തെ പൂർണ്ണമായും എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം ഈ യാസറിന്റെ ഒരു പെരുമാറ്റ ദൂഷ്യം തന്നെ അല്ലെങ്കിൽ അയാളുടെ കൂട്ടുകെട്ടുകളിലൊന്നും കുടുംബത്തിന് അത്ര താല്പര്യമില്ലാതിരുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഈങ്ങപ്പുഴയിൽ തന്നെ ഇവരുടെ വീടിന്റെ അടുത്താണ് ഇരു കൂട്ടരും താമസിച്ചിരുന്നത്. അതുകൊണ്ട് ഇയാളുടെ സ്വഭാവത്തെക്കുറിച്ച് വളരെ കൃത്യമായ വിവരങ്ങളൊക്കെ ഈ കുടുംബത്തിന് അറിയാവുന്ന സാഹചര്യത്തിൽ ഈ വിവാഹത്തെ വലിയ തോതിൽ എതിർക്കുന്ന ഒരു നിലപാട് കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായി. പക്ഷെ ആ എതിർപ്പ് അവഗണിച്ച് ഷിബില ഈ യാസറിനൊപ്പം ഇറങ്ങിപ്പോവുകയും അവർ രജിസ്റ്റർ മാരേജ് കഴിക്കുകയുമായിരുന്നു. അതിന് ഈ കുടുംബത്തിന്റെ പൂർണ്ണമായ പിന്തുണ, യാസറിന്റെ കുടുംബത്തിന്റെ പിന്തുണ പൂർണ്ണമായി ഉണ്ടായിരുന്നു. കോടതിയിലൊക്കെ പോയാണ് പിന്നീട് ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുകയും യാസറിന് ഷിബിലിയെ കിട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത്. അങ്ങനെ ആ കുടുംബജീവിതം അവർ ആരംഭിച്ചു. പക്ഷേ കുടുംബജീവിതം ആരംഭിച്ച് കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നങ്ങൾ തലപൊക്കിയായിരുന്നു. പ്രത്യേകിച്ചും ഈ യാസറിന്റെ ലഹരി ഉപയോഗമാണ് ഇതിൽ ഏറ്റവും വലിയ ഒരു വിഘാതമായി മാറിയത്. പ്രത്യേകിച്ചും ഈ സ്വർണം പണയം വെക്കുക, ഒപ്പം മറ്റു ആളുകളിൽ നിന്നും കടം വാങ്ങുക എന്നിങ്ങനെയൊക്കെ പണം ദൂർത്തടിക്കുന്ന ഒരു സ്വഭാവമാണ് യാസർ പ്രകടമാക്കിയത്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന് ഇഷ്ടമല്ലായിരുന്നു. പിന്നീട് 3 വയസ്സുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ പ്രസവത്തിനൊക്കെ ശേഷമാണ് കുടുംബം അവരുമായിട്ട് അടുക്കുന്നത് അല്ലെ. ഈ വിവാഹം ഒരു രജിസ്റ്റർഡ് മാരേജ് ആയിരുന്നു. അതിനുശേഷം ഈ കുടുംബത്തിന് പൂർണ്ണമായും താല്പര്യം ഉണ്ടായിരുന്നില്ല ഷിബിലയുടെ അല്ലെ. ഷിബിലിന്റെ വീട്ടുകാരെ ഒരു താല്പര്യമില്ലായിരുന്നു. പക്ഷെ അവന്റെ വീട്ടുകാരെ അക്സെപ്റ്റ് ചെയ്തിരുന്നു. അപ്പം അടുത്ത കാലം 4 വർഷം വരെ ആയിട്ട് അവിടെ തന്നെ താമസം. പക്ഷേ എങ്കിൽ ഒരു മാസത്തിനടുത്തോളമായിട്ടാണ്, അതായത് കൃത്യമായിട്ട് പറയുകയാണ്, ആഷിഖ് ഉമ്മയെ പറ്റിയ കൊലപാതകത്തിന് ശേഷമാണ് ഈ ഒരു ഫോട്ടോ അവന്റെ ഫോണിൽ കാണുകയും പക്ഷെ കുട്ടി വയലന്റായി. കുട്ടി അങ്ങനെ ഇവനെ പിടിച്ച് തല്ലുകയും ചെയ്തു. അതിന്റെ ശേഷമാണ് കൃത്യമായിട്ട് ഈ വിഷയം പൊട്ടിപ്പുറപ്പെടുന്നത്. അതിനുശേഷം ഈ കുട്ടി വീട്ടിൽ പോയി. അപ്പൊ അതുവരെ ഈ പ്രശ്നങ്ങളുണ്ടെങ്കിലും വലിയ രൂക്ഷമായ പ്രശ്നം അതിലേക്കൊന്നും ഇതൊരങ്ങനെ വലിയ രൂക്ഷ വിഷയം, ഒരു നല്ലൊരു ഇതിലാണ് കഴിഞ്ഞു പോകുന്നത്. പക്ഷെ ഇതൊരു ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇതിന് മാരകമായിട്ട് ഈ ലഹരി എന്ന സിന്തറ്റിക് ലഹരിന്റെ ശേഷമാണ് ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ ഉണ്ടാകുന്നത്. ആഷിഖിനെ പിന്തുണയ്ക്കുന്ന രീതിയിലായിരുന്നു
യെസ് അവന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ അവന്റെ ഇതിൽ തന്നെ അവന്റെ കൂടെ ഉണ്ടായിരുന്നത്. അപ്പം ഈ സിന്തറ്റിക് ലഹരിന്റെ അടിമയാണ് പറഞ്ഞ അവർ തർക്കം ഉണ്ടായിരുന്നു. യെസ് തർക്കമുണ്ടായിരുന്നു. അത് ഭാര്യയുടെ തർക്കമുണ്ടായിരുന്നു. അതിനുശേഷമാണ് പിന്നെ മഹല്ല് കമ്മിറ്റിയൊക്കെ ഇടപെട്ട് ഈ വിഷയം തീർക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങളൊക്കെ നോക്കിയിരുന്നു. പക്ഷെ നിർഭാഗ്യവശാൽ നടന്നില്ല. ഈ യാസർ നേരത്തെയും ഇത്തരം ചില ദുശീലങ്ങളൊക്കെ ഉള്ള ആളായിരുന്നു. അതുകൊണ്ടാണോ ഈ ഷിബിലയുടെ കുടുംബം ഈ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിനൊക്കെ എതിർത്തത്? അങ്ങനെ അത് എതിർപ്പൊന്നല്ല. ഇതൊരു ഭാഷന്റെ ഒരു പുറത്തുണ്ടാവില്ല. രണ്ട് ഫാമിലി പെട്ടെന്ന് ഇവര് ഈ കുട്ടിയുടെ കല്യാണം ഫിക്സ് ചെയ്തു. ആ ഡേറ്റ് നെല്ലാങ്കടി എന്ന സ്ഥലത്തേക്ക് ഉറപ്പിച്ചു. അതിനുശേഷം കുട്ടി ഇവന്റെ കൂടെ ഒളിച്ചോടി പോരുകയാണ് ചെയ്തത്. പക്ഷെ അതിന്റെ ഒരു ചെറിയൊരു കുടുംബത്തിലുണ്ടാകുന്ന ചെറിയ ഇഷ്യൂ കൊണ്ടാണ് ഇവർ മാറിക്കുന്നതാക്കുകയും ചെയ്തത്. അതുകൊണ്ട് ലഹരി എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്താണ് നമ്മളൊക്കെ കേൾക്കുന്നത്. അപ്പൊ ഇവന് സാധാരണ ഇതിലൊരു ഗോൾബാറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ പണിക്ക് പോയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ആൾ തന്നെയായിരുന്നു. ഈ ലഹരിയുടെ ഒരു വരവോടുകൂടിയാണ് വലിയ പ്രശ്നമായിട്ട്. തീർച്ചയായും ഈ താമരശ്ശേരിയിൽ ഈ അടുത്ത കാലത്താണ് തോന്നുന്നത് ഇത്ര അധികം വലിയ താമരശ്ശേരി പൊതുവെ ചുരം നമുക്കൊരു പ്രശ്നമാണ്. വൈകുന്നേരം ആകുമ്പോഴും രാത്രി ആകുമ്പോഴും ആണ് ചെക്കന്മാർ അധികം ഇറങ്ങുന്നതും അലമ്പ് കൂടുതലുള്ളതും. ഇപ്പോൾ കുറച്ച് ആൾക്കാർ ഞങ്ങൾ ഇറങ്ങുന്നുണ്ട്. കടകൾ 10-12 മണിയാകുമ്പോൾ പൂട്ടുന്നുണ്ട്. അവിടുന്ന് ഇങ്ങോട്ട് ചെറിയൊരു കുറവ് തോന്നിക്കുന്നുണ്ട്. ചെറുപ്പക്കാരാണ് കൂടുതൽ. ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതലുള്ളത്. സ്വൈര്യജീവിതം തടസ്സപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയാണെന്നാണ് എല്ലാവരും. തീർച്ചയായിട്ടും അതായത് ഇത് ബാംഗ്ലൂരാണ് മെയിനായിട്ട് വന്ന് അതിന് ഇത് ചെയ്യാനുള്ളൊരു അടിവാരത്തിന്റെ ഇതിന്റെയൊക്കെ ഇടയിലുള്ള ഒരു സ്ഥലം തന്നെയാണ് മെയിൻ കാര്യമായിട്ട്. പേടി ഇവരോടൊന്നും എതിർക്കാനും പറ്റില്ല. ചെറുപ്പക്കാരോടൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതാണ് ഒരുപാട് ലോകം കണ്ട അല്ലെങ്കിൽ ഒരുപാട് പ്രായമുള്ള ആളുകളൊക്കെയാണ്. പക്ഷെ അവർക്കൊന്നും ഈ പുതുതലമുറയെ ചെറുത്തു നിൽക്കാൻ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല. അവരുടെ വീടിന്റെ പരിസരത്തോ റോഡിലും ഇടവഴികളും ഒക്കെ ഇത്തരത്തിൽ ഈ ലഹരി ഉപയോഗവുമായി ഇവർ മുന്നോട്ട് പോകുമ്പോൾ പ്രതികരിക്കാൻ പോയാൽ അവരുടെ പ്രതികരണം ഏത് രീതിയിലാവുമെന്ന് പോലും പ്രവചിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിൽ അടിവാരം മേഖല, പ്രത്യേകിച്ചും താമരശ്ശേരിക്കും അടിവാരത്തിനും ഇടയിലുള്ള മേഖല, ഈ ടൂറിസ്റ്റ് ആളുകളൊക്കെ വയനാട്ടിലേക്ക് പോകുന്നവരൊക്കെ ഒരുപാട് വരുന്ന ഇടമാണ്. ഈ ചുരത്തിലൊക്കെ ഭയപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ളത്. പ്രത്യേകിച്ചും MS സനീഷ് കുമാർ ഇപ്പോൾ നിൽക്കുന്ന താമരശ്ശേരി ഉൾപ്പെടുന്ന പ്രദേശം ഈ വർഷം മാത്രം 4 കൊലപാതകങ്ങൾ 4ഉം സ്വന്തം വീടുകളിൽ സംഭവിക്കുന്നു. അമ്മയെ കൊലപ്പെടുത്തിയ ആഷിഖിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു ഈ താമരശ്ശേരി ഈങ്ങാപ്പുഴയിൽ ഭാര്യയെ കൊലപ്പെടുത്തിയ യാസർ. അതിന്റെ ഒരു ഭീകരതയെക്കുറിച്ച് നാട്ടുകാർ വിശദീകരിക്കുകയാണ്. ഈ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് യാസറും ഈ പെൺകുട്ടിയും. പിന്നീട് വീട്ടുകാരുടെ എതിർപ്പ് അവഗണിച്ചുകൊണ്ട് ഇരുവരും വിവാഹം കഴിക്കുന്നു. അതിനുശേഷം സ്വന്തം ഈ ഭർത്താവിനൊപ്പം താമസിച്ചുകൊണ്ടിരുന്നപ്പോൾ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരുന്നു. അതേ തുടർന്ന് ഈ യുവതി സ്വന്തം വീട്ടിലേക്ക് പോകുന്നു. ഏറ്റവും ഒടുവിലായിരുന്നു ഇന്നലെ വൈകിട്ടോടുകൂടി ക്രൂരമായ കൊലപാതകം അരങ്ങേറിയതും. മലപ്പുറം അരീക്കോട് മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് പോലീസ് ജീപ്പിന്റെ ചില്ല് ചവിട്ടി തകർത്തു. അരീക്കോട് സ്വദേശി നിയാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തപ്പോഴായിരുന്നു ആക്രമണം. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. പ്രദേശത്ത് മയക്കുമരുന്ന് ലഹരിയിൽ യുവാവ് കത്തി കാണിച്ച് ആളുകളെ ഭയപ്പെടുത്തുകയായിരുന്നു. CV അനുമോദ് ചേരുന്നുണ്ട് മലപ്പുറത്തുനിന്നും വിശദാംശങ്ങളുമായി. അനുമോദ്, നമ്മൾ കോഴിക്കോട് താമരശ്ശേരിയിലൊരു സംഭവത്തെക്കുറിച്ചാണ് ഇപ്പോൾ വിശദമായി പരിശോധിച്ചുകൊണ്ടിരുന്നത്. അവിടെ ലഹരിക്ക് അടിമയായ യുവാവ് ഭാര്യയെ കൊലപ്പെടുത്തിയ അവസ്ഥ. ഇവിടെ പോലീസിന്, അതായത് ഒരു പോലീസിനെ പോലും ഭയമില്ലാത്ത രീതിയിൽ ലഹരി സംഘങ്ങൾ അഴിഞ്ഞാടുന്നു. അരീക്കോട് എന്താണ് കഴിഞ്ഞ രാത്രി സംഭവിച്ചത്? താമരശ്ശേരിയിൽ നിന്ന് വലിയ ദൂരമൊന്നുമില്ല അരീക്കോട്ടേക്ക്. അതുപോലെ തന്നെയാണ് ഈ സംഭവം നമുക്ക് മനസ്സിലാവുന്നത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് സംഭവം. ഈ നിയാസ് എന്നാണ് ഈ യുവാവിൻ്റെ പേര്. ഇയാള് ഈ അങ്ങാടിയിൽ വന്ന് ലഹരി ഉപയോഗിച്ച് നിൽക്കുന്നത് കണ്ട് ആളുകൾ അയാളോട് വീട്ടിൽ പോകാൻ പറഞ്ഞു. അങ്ങനെ ആളുകൾ പറഞ്ഞത് കേട്ട് വീട്ടിൽ പോവുകയും തുടർന്ന് വീട്ടിൽ നിന്ന് കത്തിയെടുത്ത് തന്നോട് അങ്ങാടിയിൽ നിന്ന് പോകാൻ പറഞ്ഞ ആളുകളെ ആക്രമിക്കാൻ വരികയും ചെയ്തു. ആ സമയത്ത് ആളുകൾ ഉണ്ടായിരുന്നില്ല. ആളുകൾ വരുന്നവരുടെ കത്തിയുമായിട്ട് കാത്തു നിന്ന് ആളുകൾ വന്നപ്പോൾ കത്തി വീശി ഭീഷണിപ്പെടുത്തുകയും അവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ പോലീസിനെ വിളിക്കുന്നു. പോലീസ് അവിടെ എത്തുന്നു. ആദ്യം അവിടെ പട്രോളിംഗ് ഉണ്ടാകുന്ന പോലീസാണ് എത്തിയത്. ആദ്യം പോലീസിനോട് ഇയാൾ വളരെ ശാന്തമായിട്ട് കാര്യങ്ങൾ പറയുകയും വളരെ പെട്ടെന്ന് ഇയാളുടെ സ്വഭാവ രീതി മാറുകയും ഇയാൾ വയലന്റ് ആവുകയും ആക്രമിക്കുകയും പോലീസിനെ ആക്രമിക്കാൻ അടുക്കുകയും ബോണറ്റിന് മുകളിൽ കയറിയിരുന്ന് പോലീസ് ജീപ്പിന്റെ ചില്ല് തകർക്കുകയും ഒക്കെ ചെയ്തു. തുടർന്ന് സിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയാണ് ഇയാളെ കസ്റ്റഡിയിൽ എടുത്തു കൊണ്ടുപോയത്. നിലവിലെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി എന്നാണ് അറിയാനാകുന്നത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നാട്ടിൽ തന്നെ ഉപദേശിച്ച ആളുകളെ
ആക്രമിക്കാനാണ് ഇയാൾ കത്തിയുമായിട്ട് വന്നത് എന്നുള്ളതാണ്. അതായത് ഒരു ശരിക്കും അവിടെ വലിയ ആളുകളുടെ ഒരു ഇടപെടലില്ലെങ്കിൽ ഇയാൾ പക്ഷെ ആക്രമിച്ചേനെ, മറ്റൊരു ദുരന്തത്തിനു കൂടി ചിലപ്പോൾ നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിക്കേണ്ട സാഹചര്യം ഉണ്ടായേനെ. എന്നാലും പോലീസിന്റെ കൃത്യസമയത്തുള്ള ഇടപെടലും ആളുകളുടെ ഒരു സംയമനമൊക്കെ ആ ഒരു സാഹചര്യം ഒഴിവാക്കി. ഇയാളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ വളരെ ഈ മോശമായ സാഹചര്യങ്ങളിലൂടെ വന്ന തരത്തിലാണ് അറിയാനാകുന്നത്. ലഹരി ഉപയോഗിച്ചതിന് ഇതിൽ അഡിക്ഷൻ ആയതിനു ശേഷം ഇയാൾ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സ തേടിയതിൻ്റെ ഒരു ചരിത്രമുണ്ട്. മോഷണ കേസുകളിൽ ഇയാൾ പ്രതിയായിട്ടുണ്ട്. കഞ്ചാവിൻ്റെ കേസുകളും ഇയാൾ പ്രതിയായിട്ടുള്ള വിവരങ്ങളുണ്ട്. അത്തരത്തിൽ ഇയാളുടെ ഒരു ഹിസ്റ്ററി ഈ ക്രൈമിനോടൊക്കെ ചേർന്ന് നിൽക്കുന്ന തരത്തിലുള്ളത് തന്നെയാണ്. എന്നാൽ നിലവിൽ ഇയാൾക്കെതിരെ പോലീസിനെ ആക്രമിച്ചതിനും അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തിയതിനും പൊതുമുതൽ നശിപ്പിച്ചതിനുള്ള വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിട്ടുള്ളത്. കൂടുതൽ വകുപ്പുകൾ ഇയാളുടെ ലഹരി രക്തപരിശോധനയ്ക്ക് ശേഷം അല്ലെങ്കിൽ അയാളെ കൈവശം ലഹരി വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെന്ന് കണ്ടെടുക്കാനായാൽ അത്തരത്തിലുള്ള വകുപ്പുകളും ഉൾപ്പെടുത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. അങ്ങനെ നിരവധി ലഹരി കേസുകളിൽ പ്രതിയാണോ? ഇതുപോലെ പോലീസിനെ അല്ലെങ്കിൽ നാട്ടുകാരെയൊക്കെ ഭീതിപ്പെടുത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറണമെങ്കിൽ ഇയാൾ ഒരു ലഹരിക്കടിമയാണെന്നല്ലേ മനസ്സിലാക്കേണ്ടത് അനുമോദ്? അതുതന്നെയാണ് കേട്ടോ. ഇയാൾ ലഹരിക്ക് അടിമയാണ്. ഇയാൾ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഈ ലഹരി വിമുക്ത ചികിത്സയ്ക്ക് ഇയാളെ കൊണ്ടുപോയിരുന്നു. കുറച്ചുകാലം അവിടെ ചികിത്സയിലായിരുന്നു എന്നുള്ളതാണ് അറിയാനാകുന്നത്. നമുക്ക് നാട്ടിലേക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒരു പ്രത്യേകിച്ച് രാസലഹരി ഉപയോഗിക്കുന്നവരുടെ സ്വഭാവം അത് അപ്രതീക്ഷിതമായിട്ടായിരിക്കും മാറുക. ഒരു മദ്യപാനിയാണെങ്കിൽ അയാളുടെ ശരീരഭാഷയിൽ നിന്നോ അയാളുടെ ഗന്ധത്തിൽ നിന്നോ അത് മനസ്സിലാക്കാനാകും. പക്ഷേ ഈ രാസലഹരി ഒരു പക്ഷേ പെട്ടെന്ന് ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല. ഇവർ സാധാരണ പോലെ പെരുമാറുന്നതിനിടെയായിരിക്കും പെട്ടെന്ന് വയലൻ്റ് ആവുക, അല്ലെങ്കിൽ ആക്രമിക്കാനുള്ള തയ്യാറെടുപ്പ്, അല്ലെങ്കിൽ ആക്രമിക്കുന്ന തരത്തിലേക്ക് പെരുമാറുക. അപ്പോൾ ഇതൊന്നും ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയുന്നില്ല. അതാണ് ഇവിടെയും സംഭവിച്ചത്. അപ്പോൾ ഇയാളെ ഒരു നിൽപ്പും ഭാവമൊക്കെ കണ്ട് മനസ്സിലായ ആളുകൾ ഇയാളെ വീട്ടിലേക്ക് പറഞ്ഞയക്കുകയും തുടർന്ന് മെമ്പറുടെ വീട്ടിൽ കയറി ഇയാൾ ഈ ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്നൊക്കെയാണ് അറിയുന്നത്. അതായത് ഈ ലഹരിക്ക് അടിമയായ മനുഷ്യൻ എങ്ങനെ പെരുമാറുമെന്ന് ഒരു തരത്തിൽ ആർക്കും പ്രവചിക്കാൻ പോലും കഴിയാത്ത സാഹചര്യം. പോലീസിനോട് വളരെ ശാന്തമായി സംസാരിച്ചിരുന്ന ആളാണ് വളരെ വേഗത്തിൽ പോലീസിനെ ആക്രമിക്കുന്ന തരത്തിലേക്ക് മാറിയത്. അപ്പോൾ എല്ലാവർക്കും ഏറെ ആശങ്കയുണ്ടാക്കുന്നൊരു സാഹചര്യം ഈ ലഹരി മരുന്ന് മാഫിയകൾ നമ്മുടെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും തീർക്കുന്നുണ്ട് എന്നാണ് ഓരോ ദിവസം പുറത്തു വരുന്ന വാർത്തകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. കേട്ടോ, വ്യക്തമാണ്. മലപ്പുറത്തുനിന്ന് CV അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവ് ഇനി പരിശോധിക്കുന്നത് ആലപ്പുഴ ഹരിപ്പാട് നിന്നും 10 വർഷം മുൻപ് കാണാതായ ഒരു യുവാവിനെ കാണാതായ കേസാണ്. ഹരിപ്പാട് രാകേഷിനെ കാണാതായ സംഭവം അത് കൊലപാതകമാണെന്നും കൊന്നു കുഴിച്ചു മൂടിയതാണെന്നും ആരോപിച്ച് രാകേഷിന്റെ അമ്മയാണ് രംഗത്തെത്തിയത്. സംഭവത്തിൽ പോലീസ് തുടരന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. മാതാവ് രമ ഹരിപ്പാട് കോടതിയെ സമീപിച്ചതോടെയാണ് രാകേഷിന്റെ തിരോധാനത്തെക്കുറിച്ച് കുമാരപുരം പോലീസ് വീണ്ടും അന്വേഷണം ആരംഭിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിൽ ഹരിപ്പാട് സ്വദേശി കിഷോറിന്റെ വീട്ടിൽ നിന്ന് വൻ ആയുധശേഖരം പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. കിഷോർ ഇപ്പോൾ ഒളിവിലാണ്. പ്രതീക്ഷയുണ്ട്. ഇന്നലെ കിഷോറിന്റെ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ആയുധം അവൻ്റെ ഈ തോക്കുണ്ട്. ഒരു പക്ഷേങ്കിൽ എൻ്റെ മോനെ തോക്കുകൊണ്ട് വെടിവെച്ച് എന്തോ വെട്ടിയാണോ എന്താണെന്ന് ആ ഭാഗം ചിന്തിക്കുമ്പോൾ ഇതിന് പിന്നിൽ ആരാണെന്നാണ് അമ്മ കരുതുന്നത്? കരുതുന്നവരുടെ പേരെല്ലാം അമ്മ പറഞ്ഞു കഴിഞ്ഞാണ്. പ്രതികളെ ആരെങ്കിലും സംരക്ഷിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ, പ്രതികളെ സംരക്ഷിക്കുന്നതാണ് ഞാൻ പറഞ്ഞ രമേശ് ചെന്നിത്തല. പുള്ളിയുടെ ഏറ്റവും അടുത്ത കൈക്കാരാണ് ഇവരെല്ലാം. അന്ന് മുതൽ ഇന്ന് വരെ യാതൊരു തെളിവില്ലാതെ പുള്ളിക്ക് കൊടുത്ത പരാതി എന്താണെന്ന് പോലും പുള്ളി നോക്കിയില്ല. പുള്ളി അപ്പം ഇവർ പണക്കാരാണ്, ഞാൻ വെറും ഗതികെട്ടവള. പുള്ളി അതേപോലെ ആ കേസിനെ എഴുതി തള്ളിയെന്ന് വേണം പറയാൻ. തോന്നാൻ കാരണം ഇറങ്ങി വന്നവർ പറഞ്ഞ കാര്യമാണ്. രമേശ് ചെന്നിത്തല ഉള്ളിടത്തോളം കാലം ഞങ്ങൾ അകത്ത് കിടക്കേണ്ടി വരത്തില്ല, ഇപ്പം ഞങ്ങളെ പിടിച്ചെങ്കിൽ ഞങ്ങളെ പോയി കിടന്ന AC റൂമിലാണ് കിടത്തിയെന്ന് പറഞ്ഞു. വിശദാംശങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജൻ ചേരുന്നുണ്ട്. ശരണ്യ, ഈ ഹരിപ്പാട് സ്വദേശി രാകേഷിനെ 10 വർഷം മുൻപാണ് കാണാതാവുന്നത്. അതായത് മനസ്സിലാക്കുന്നതനുസരിച്ച് 2014-2015 കാലയളവിൽ അന്ന് ഇത്തരമൊരു സംഭവം, ഇതൊരു കൊലപാതകമാണെന്നൊരു സംശയം കുടുംബം ഉന്നയിച്ചിരുന്നില്ലേ? ഈ കഴിഞ്ഞ 10 വർഷ കാലയളവ് അതിനുശേഷമാണ് ഇപ്പോൾ ഈ അമ്മ കോടതിയെ സമീപിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ പോലീസിന്റെ അന്വേഷണത്തിലെ കണ്ടെത്തൽ എന്തായിരുന്നു?
ടോമ 2015 നവംബറിലാണ് ഈ രാകേഷ് കാണാതാകുന്നത്. രാകേഷ് നവംബർ 5 രാകേഷ് കാണാതാകുന്നു. പിന്നീട് കുടുംബം ഇയാളെ കാണാനില്ലെന്ന് പറഞ്ഞ് പരാതി നൽകുന്നു. ഈ രാകേഷ് കാണാതാകുന്ന ദിവസം ആ കാണാതാകുന്ന സ്പോട്ടിൽ വെച്ചിട്ട് ഇയാളുടെ ബ്ലഡും ഒപ്പം തന്നെ മുടിയും അവിടെ വെച്ച് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഈ അമ്മ ഹരിപ്പാട് പോലീസിനെ സമീപിക്കുന്നു, പരാതി നൽകുന്നു. പക്ഷെ ഇതൊരു മിസ്സിംഗ് കേസാണ് ആയാണ് അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. രാകേഷ് സംബന്ധിച്ച് പിന്നെ ഒരു വിവരവും ഇവർക്ക് കുടുംബത്തിന് ലഭ്യമാവുകയും ചെയ്തില്ല. ഇടയ്ക്ക് പാലക്കാട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ചില വിവരങ്ങൾ പരന്നെങ്കിലും കുടുംബവുമായി രാകേഷ് ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഈ കേസിലാണ് ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം നിർണായകമായ ഒരു ഇടപെടൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഹരിപ്പാട് ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് അഭിഭാഷകനായ പ്രതാപ് ജി പടിക്കൽ മുഖാന്തരം കോടതിയെ സമീപിച്ച് ഇപ്പോൾ ഒരു ഉത്തരവ് ഈ കുടുംബത്തിന് അനുകൂലമായി കിട്ടിയിട്ടുള്ളത്. ഈ കേസന്വേഷണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇപ്പോൾ ഈ കേസന്വേഷണം സംബന്ധിച്ച് ഇതുവരെയുള്ള പുരോഗതിയെ സംബന്ധിച്ചുള്ള രേഖകൾ കോടതിയിൽ ഹാജരാക്കുന്നതിന് വേണ്ടി ഉള്ള നിർദ്ദേശം കോടതി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് ദുരൂഹതകളുള്ള ഒരു കേസാണിത്. കാരണം ഈ ഹരിപ്പാട് ഈ ഭാഗത്ത് നിന്ന് കുമാരപുരം അടക്കമുള്ള ഈ സ്ഥലത്ത് നിന്ന് ഇയാളെ കാണാതായതിനു ശേഷം പിന്നീട് ഇയാളെ സംബന്ധിച്ച് ഈ രക്തക്കറ കിട്ടിയതിന് ഉള്ള പരിശോധനകൾ നടന്നു. ഒപ്പം തന്നെ ഈ മുടിയുടെ സാമ്പിൾ പരിശോധിച്ചു. അപ്പോൾ ഇത് രാകേഷിൻ്റെതാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ആ കേസിൽ പിന്നീട് മറ്റേതെങ്കിലും രീതിയിൽ അപായപ്പെട്ടതാണോ എന്നതിനെ സംബന്ധിച്ചുള്ള അന്വേഷണം നടന്നില്ല എന്നുള്ളതാണ് അമ്മ പറയുന്നത്. ഇത് തന്നെയാണ് അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഇവർ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ആളുകളാണ്. പക്ഷേ ഈ കേസുമായി ഇപ്പോൾ ഈ കേസ് ഒരു വലിയ വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുന്നത് ഈ കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പോലീസ് ഈ കേസിൽ ആരോപണ വിധേയനായ കിഷോർ എന്ന വ്യക്തിയുടെ വീട് പരിശോധിച്ചു. ആ വീട് പരിശോധിച്ചപ്പോൾ വലിയ ആയുധശേഖരം പോലീസിന് കണ്ടെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇയാളുടെ വീട്ടിൽ നിന്നും വിദേശ നിർമ്മിത തോക്ക് ലഭിച്ചു, 50ഓളം അതിന്റെ തിരകൾ ലഭിച്ചു. ഒപ്പം തന്നെ ഈ വെടിയുണ്ടകൾക്കൊപ്പം തന്നെ വടിവാൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങളും ഇവർക്ക് ലഭ്യമായി എന്നുള്ളതാണ്. 7 സംഘം മകനെ കൊലപ്പെടുത്തി എന്നാണ് ഈ അമ്മ പറയുന്നത്. 7 സംഘം കൊലപ്പെടുത്തിയെന്ന ഉള്ള ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ പ്രതാപ് ജി പടിക്കൽ അടക്കമുള്ള ആളുകൾ കോടതിയെ സമീപിക്കുകയും ചെയ്തത്. ഇതിൽ വ്യക്തമാക്കുന്ന ചില കണക്ഷൻസ് ഉണ്ട്. അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു വൈരാഗ്യം രാകേഷോട് ഇവർക്ക് ഉണ്ടാകും എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള ചില വ്യക്തമായ രേഖകൾ അവർ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കേസിൽ 7 പേരാണ് പ്രതികളെന്ന് സംശയിക്കുന്ന 7 പേരാണ് ഉള്ളത്. കോടതിയുടെ ഹർജിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന ആളുകൾ കുമാരപുരം സ്വദേശിയായ കിഷോറിന്റെ വീടാണ് റെയ്ഡ് ചെയ്തിട്ട് ഈ ആയുധങ്ങൾ, വലിയ തോതിലുള്ള ആയുധങ്ങളാണ് അയാളുടെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയത്. കൈമഴു ഉണ്ടായിരുന്നു, ഒപ്പം വടിവാൾ ഉണ്ടായിരുന്നു, കത്തി ഉണ്ടായിരുന്നു, 50ഓളം വെടിയുണ്ടകൾ ഉണ്ടായിരുന്നു. വിദേശ നിർമ്മിത തോക്ക് സഹിതമാണ് പോലീസ് ലഭ്യമായിട്ടുള്ള. കിഷോർ ഒളിവിലാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പിന്നീട് താമല്ലാക്കൽ സ്വദേശിയായ ബിനു കുട്ടൻ എന്ന് വിളിക്കുന്ന ബിനു ഈ കേസ് ഇൻവോൾവ്ഡ് ആണ് എന്നുള്ളതാണ് കുടുംബം പറയുന്നത്. അജീഷ്, കുമാരപുരം സ്വദേശികളായ ശ്രീകുമാർ, ആദിത്യൻ, താമല്ലാക്കൽ സ്വദേശി തന്നെയായ ബിജു, ബൈജു എന്നിവരാണ് ഈ 7 പേരടങ്ങുന്ന സംഘമാണ് തന്റെ മകനെ കൊലപ്പെടുത്തിയതെന്ന് തന്നെയാണ് ഈ അമ്മ പറയുന്നത്. അതിൽ തന്നെ ഇവർക്ക് ഈ അത്തരം ചില പേരുകൾ ഉന്നയിക്കുന്നുണ്ട്, ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ തെളിവുകളടക്കം പോലീസിന് നൽകിയിട്ടുണ്ടോ? കോടതിയെ സമീപിച്ച ഈ കൊല്ലപ്പെട്ട രാകേഷിന്റെ അമ്മ എന്തൊക്കെ കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്? മാത്രമല്ല, ഇത് പോലീസ് ഇപ്പോൾ ഒരു തുടരന്വേഷണം ആരംഭിച്ചിട്ടുണ്ടല്ലോ. ഇതിൽ രമേശ് ചെന്നിത്തലയുടെ പേര് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. രമേശ് ചെന്നിത്തലയാണ് ഈ കേസ് ഒതുക്കി തീർക്കാനൊക്കെ ശ്രമിച്ചത്. അതായത് ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയാണ്. ആ രീതിയിലുള്ള ഒരു അട്ടിമറി കേസിൽ ഉണ്ടായിട്ടുണ്ടെന്നാണോ ഈ രാകേഷിന്റെ അമ്മ ഉന്നയിക്കുന്നത്? അതെ ടോമെ, അതായത് ഇവരുടെ അമ്മ വ്യക്തമാക്കുന്നത് ഈ ശ്രീകുമാർ എന്ന ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വ്യക്തി അവിടുത്തെ മണ്ണ് മാഫിയയുമായി ബന്ധപ്പെട്ട മണൽ കടത്തുമായി ബന്ധപ്പെട്ട ആളാണ്. സാമ്പത്തികമായി ഉയർന്ന സ്ഥിതിയിലുള്ള ആളാണ്. ഈ വ്യക്തിക്ക് രമേശ് ചെന്നിത്തലയുമായി നല്ല ബന്ധമുണ്ട് എന്നുള്ളതാണ് കുടുംബം ഉന്നയിക്കുന്നത്. രമേശ് ചെന്നിത്തല ഈ കേസ് നടന്ന ഘട്ടത്തിൽ തന്നെ പരാതി നൽകിയിട്ട് ആ പരാതി ഒന്ന് പരിഹരിക്കാൻ അല്ലെങ്കിൽ അതൊന്ന് വായിച്ചു നോക്കാൻ പോലും തയ്യാറായില്ല എന്ന് ഈ അമ്മ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഇവരുടെ ഈ
എന്ന് സംശയിക്കുന്ന ആളുകൾ പരാതിയുടെ അടിസ്ഥാനത്തിൽ നേരത്തെ ചോദ്യം ചെയ്യാനൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ സഹായത്തോടു കൂടിയാണ് തങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയതെന്നടക്കം പറഞ്ഞു എന്നാണ് ഈ കുടുംബം വ്യക്തമാക്കുന്നത്. ഈ കേസിൽ മറ്റു ചില ട്വിസ്റ്റുകൾ കൂടി ഉണ്ട് ടോം. അതായത് ഈ കേസിലെ പ്രതികളെന്ന് സംശയിക്കുന്ന ഒരാളായ ആദിത്യൻ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ജയിൽ ആയിരുന്നു. ആ ജയിലിൽ കിടക്കുന്ന ഘട്ടത്തിൽ അയാൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന സഹ തടവുകാരനോട് ഈ രാകേഷിനെ കൊലപ്പെടുത്തിയ വിവരം വ്യക്തമായി പറഞ്ഞിരുന്നു എന്നുള്ള വാദവും പ്രോസിക്യൂഷൻ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കേസുകൾ മറ്റൊരാളായ ബിജു എന്ന വ്യക്തി മദ്യപിച്ച ഘട്ടത്തിൽ താൻ ഒരാളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടും ആരും പുറത്തറിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം പങ്കുവെക്കുകയും ചെയ്തു. അങ്ങനെ ആ നാട്ടിൽ ഈ വിഷയം വലിയ രീതിയിൽ, നേരത്തെ നമ്മൾ മാന്നാർ കൊലപാതക കേസ് പോലെ തന്നെ നാട്ടിൽ ഈ വിഷയം കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. പക്ഷേ പ്രതിസ്ഥാനത്തേക്ക് ഇവരാരും വന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കായംകുളം ഡിവൈഎസ്പി ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. കായംകുളം ഡിവൈഎസ്പിക്ക് അന്വേഷണ ചുമതല വന്നിട്ടുണ്ട്. ഹരിപ്പാട് പോലീസ് മറ്റാളുകൾക്കായുള്ള തിരച്ചിൽ നടത്തുന്നുണ്ട്. പക്ഷേ ഈ കിഷോർ ഉൾപ്പെടെയുള്ളവർ ഒളിവിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടോം. വ്യക്തമാണ്. ആലപ്പുഴയിൽ നിന്ന് ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു മാസത്തിലേറെയായ അനിശ്ചിതകാല സമരം നടത്തുന്ന ആശാ വർക്കർമാരുമായി സർക്കാർ രണ്ടാമത് നടത്തിയ ചർച്ചയും പരാജയം. NHM ഡയറക്ടർ ഡോക്ടർ വിനയ് ഗോയൽ സമരസമിതി നേതാക്കളുമായി നടത്തിയ ചർച്ചയാണ് പരാജയപ്പെട്ടത്. ആശമാർ ഉന്നയിച്ച ആവശ്യങ്ങളൊന്നും ചർച്ച ചെയ്യാനോ തീരുമാനമെടുക്കാനോ അധികൃതർ തയ്യാറായില്ലെന്ന് ചർച്ചയ്ക്ക് ശേഷം സമരസമിതി നേതാക്കൾ അറിയിച്ചു. അതേസമയം മന്ത്രി വീണ ജോർജ് ഈ സമരസമിതി നേതാക്കളുമായി ചർച്ച നടത്തും എന്ന ചില പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതിനിടെ നാളെ മുതൽ സമരം കൂടുതൽ ശക്തമാക്കുകയാണ്. നിരാഹാര സമര മാർഗത്തിലേക്ക് ഈ സമരസമിതി കടക്കുന്നുവെന്ന വിവരങ്ങളുമുണ്ട്. ഡാൻ കുര്യൻ ചേരുന്നു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. ഡാൻ, എന്തായാലും ഈ സർക്കാരുമായി നടത്തിയ രണ്ടാം ഘട്ട ചർച്ചയും പരാജയപ്പെട്ട സാഹചര്യത്തിൽ ഈ ആശാവർക്കർമാരുടെ സമരം ചെയ്യുന്നവരുടെ തീരുമാനം എന്താണ്? വൈകാരികമായ രംഗങ്ങൾക്കാണ് ഈ 38ാം ദിവസത്തിൽ സെക്രട്ടേറിയറ്റിന് മുമ്പിലെ ഈ ആശാ വർക്കർമാരുടെ സമരപ്പന്തൽ വേദിയായി മാറുന്നത്. രാവിലെ NHM ഡയറക്ടറുമായി നടത്തിയ ചർച്ചയിൽ പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന വലിയ പ്രതീക്ഷയോടെ സമരസമിതി നേതാക്കളടക്കം ഈ ചർച്ചയ്ക്ക് പോയെങ്കിലും അവർ പറഞ്ഞത് കേട്ടു എന്നതൊഴിച്ചാൽ മറ്റ് നടപടികളിലേക്കൊന്നും കടക്കാനോ ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള ആവശ്യങ്ങളിൽ ഒരു നിലപാട് പറയാനോ അവർക്ക് കഴിയാതെ പോയതോടെയാണ് ചർച്ച പരാജയപ്പെടുകയും സമരം മൂന്നാം ഘട്ടത്തിൽ കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് അവർ എത്തുകയും ചെയ്തത്. കരഞ്ഞുകൊണ്ടാണ് ആശാ വർക്കർമാർ ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തേക്ക് വന്നത്. ഇപ്പോഴും അവർ അതേ വൈകാരിക അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ള ഈ തീരുമാനത്തോട് പ്രതികരിക്കുകയും ചെയ്യുന്നത്. വലിയ പ്രതീക്ഷയോടെയായിരുന്നു എല്ലാവരും അവിടേക്ക് എത്തിയത്. പക്ഷേ പ്രയാസമുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. എങ്ങനെയായിരിക്കും തുടർന്നങ്ങോട്ട് ഉണ്ടാകുന്ന ഒരു പ്രതിഷേധം? തുടർന്നെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇത് നേടിയെടുത്തിട്ടേ ഇനി ഇവിടെ നിന്ന് പോകുന്നുള്ളൂ. ഇല്ലെങ്കിൽ ഞങ്ങളുടെ ഈ ജോലി ഇന്ന് പിരിച്ചു വിടുവാണെങ്കിൽ അത് ഞങ്ങൾ പോകും, ഞങ്ങൾ സന്തോഷത്തോടെ പോകും. പക്ഷെ ഞങ്ങൾ നേടിയെടുത്ത് ഞങ്ങൾ ഇവിടെ നിരാഹാരം കിടന്നിട്ടെങ്കിലും അവരുടെ കണ്ണു തുറക്കുമെങ്കിൽ ഞങ്ങൾ നാളെ മുതൽ നിരാഹാരം ഇരിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് ഞങ്ങൾ. കാരണം 18 വർഷമായിട്ട് ഞങ്ങൾ ഇവർക്ക് വേണ്ടി ജോലി ചെയ്ത് ഞങ്ങളുടെ ആരോഗ്യം മൊത്തം പോയിട്ടിരിക്കുകയാണ്. ഈ 38 ദിവസം ഈ രാപകലില്ലാതെ ഞങ്ങൾ ഇവിടെ വന്ന് ഇത്രയും അമ്മമാര് എല്ലാവരും സ്ത്രീകളല്ലേ, അവർ അതൊന്നും പരിഗണിക്കാത്ത എന്താ? വേറൊന്നും വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ ഇത്രയേ തരാനുള്ളൂ എന്ന് പറഞ്ഞൊരു 5 ദിവസത്തിനകത്ത് വിളിച്ച് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ സന്തോഷത്തോടെ പോകുമായിരുന്നു. ഇത്രയും ചോദിക്കുന്നെങ്കിലും ഞങ്ങളുടെ മനസ്സിൽ ഒരു 5 ദിവസത്തിനകത്ത് ഞങ്ങൾക്ക് ഇപ്പൊ ഇത്രേ തരാനുള്ളൂ, നിങ്ങൾ പോകണം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഞങ്ങൾക്ക് സന്തോഷമായേനെ. പക്ഷെ ഇനി ഞങ്ങൾ ഇത് നേടിയെടുത്തിട്ടേ ഞങ്ങൾക്ക് അർഹതപ്പെട്ടത് നേടിയെടുത്തിട്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ. അല്ലെ ഞങ്ങളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. പോട്ടെ, ഞങ്ങൾക്ക് അതിലൊരു വിഷമം, ഞങ്ങൾ ഇനി അതിലൊന്നും ചിന്തിക്കുന്നില്ല. ആദ്യം അവരൊരു ചർച്ചയ്ക്ക് അനുഭാവപൂർവ്വം വിളിക്കാൻ തയ്യാറാകാഞ്ഞതുകൊണ്ടാണോ ഇതിങ്ങനെ കടുപ്പിക്കുന്ന ഒരു സാഹചര്യം? അതാണോ പറയുന്നത്? അതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവര് 21,000 തരാന്ന് പറഞ്ഞതല്ലേ, തരാന്ന് പറഞ്ഞ പൈസയിലും നമ്മൾ കേൾക്കുന്നുള്ളൂ, കൂടുതൽ കേൾക്കുന്നില്ലല്ലോ. അവര് നമുക്ക് 21,000 ശമ്പളം തരാന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തുകൊണ്ട് അവർക്ക് തന്നൂടാ? തരാമെന്നല്ല, അതായത് നിങ്ങൾ ആ മുമ്പോട്ട് വെച്ച ഒരു ആവശ്യം ആദ്യം അവർ തരാന്ന് പറഞ്ഞില്ലേ, നമുക്ക് 21,000 ശമ്പളം തരാന്ന് പറഞ്ഞില്ലേ, പിന്നെ എന്തുകൊണ്ടെന്നല്ലേ തന്നില്ല? ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ചർച്ച നടക്കും. അത് വിളിച്ചിട്ട് അനുഭവപൂർണ്ണം എന്ന് പറയുന്നതല്ലാതെ നമ്മളെ ആരോഗ്യമന്ത്രി അനുഭവപൂർണ്ണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാരണം ഞങ്ങളുടെ ആവശ്യങ്ങളൊന്നും തന്നെ അംഗീകരിച്ചു തരുന്നില്ല. പിന്നെ ഈ അനുഭവപൂർണ്ണം എന്ന് പറയുന്നത് എന്തിനാണെന്നാണ്
ഇപ്പോഴും നമുക്ക് മനസ്സിലായിട്ടില്ല. ആരോഗ്യമന്ത്രി അതൊന്ന് വിശദീകരിച്ചെന്നെങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ എങ്ങനെയായിരിക്കും ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നത്? ഞങ്ങൾ സമരത്തിലൂടെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. നാളെ നമ്മൾ നിരാഹാരം തുടങ്ങുകയാണ്. ഞങ്ങളിത് നേടിയെടുത്തിട്ടേ പോവുള്ളൂ. പക്ഷേ അതിനുള്ള സാഹചര്യം ഉണ്ടാക്കാതെ ഇന്ന് തന്നെ ഞങ്ങളെ ഇവിടുന്ന് പറഞ്ഞു വിടണമെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. വെറുതെ വാക്കിലൂടെ പറഞ്ഞാൽ പോരാ, ഞങ്ങൾക്കതൊരു ഉത്തരവായിട്ട് തന്നെ വേണം, അല്ലെങ്കിൽ കാര്യമില്ല. അപ്പോൾ അങ്ങനെയാണ് അവരുടെ പ്രതികരണം. വീണ ജോർജുമായി നടക്കുന്ന രണ്ടാം ഘട്ട ചർച്ചയിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്ന പരിഹാരത്തിന് സാധ്യതയുണ്ടാകുമോ എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ആശാവർക്കർമാർ. നിയമസഭയിലെ ആരോഗ്യമന്ത്രിയുടെ ഓഫീസിൽ വെച്ചായിരിക്കും, നിയമസഭയ്ക്കകത്ത് വെച്ചായിരിക്കും ആശാവർക്കർമാരുടെ പ്രതിനിധികളുമായി ചർച്ച നടത്തുകയെന്നാണ് വിവരം. അല്പസമയത്തിനകം ഈ ചർച്ച നടക്കും. അതിൽ ഏത് തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പ് നീക്കമായിരിക്കും ആരോഗ്യ വകുപ്പിന്റെയും സർക്കാരിന്റെയും ഭാഗത്തു നിന്ന് ഉണ്ടാകുക എന്നതാണ് ഇനി അറിയാനുള്ളത്. ഡാൻ, ഈ സമരസമിതിയുടെ ഒരു പ്രതീക്ഷ എന്താണ്? പ്രത്യേകിച്ച് മന്ത്രി നേരിട്ട് ചർച്ചയ്ക്ക് വിളിച്ചൊരു സാഹചര്യത്തിൽ ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇനി ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ നാളെ മുതൽ ഏത് രീതിയിലുള്ള ഒരു സമരമാർഗം, പ്രത്യേകിച്ചും ഇതുവരെയും നടത്തി വന്നിരുന്ന സമരത്തിൽ നിന്നും വ്യത്യസ്തമായി നിരാഹാര സമരത്തിലേക്ക് കടക്കുന്നു? അതായത് അതിൻ്റെ ഒരു സ്വഭാവം എങ്ങനെയായിരിക്കും? ആ സമര രീതിയുടെ സ്വഭാവം എങ്ങനെയായിരിക്കും? ഭക്ഷണം കഴിക്കാതെ അവർ ആ സമരം കടുപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് മാറുമെന്ന് തന്നെയാണ് നിരാഹാരത്തിലൂടെ അവർ ഉദ്ദേശിക്കുന്നത്. അത് നാളെ രാവിലെ 11 മണിക്ക് അത്തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് അവർ കടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. രാവിലെ 11 മണി മുതലായിരിക്കും മൂന്നാം ഘട്ട സമരത്തിന്റെ ഭാഗമായി ഈ സെക്രട്ടേറിയറ്റ് നടയിലെ സമരവേദിയിൽ നിരാഹാര സമരം ആരംഭിക്കുക. ആദ്യഘട്ടത്തിൽ 3 പേർ സമരമിരിക്കുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചിരുന്നതെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ചർച്ച പരാജയപ്പെടുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടാകുന്നതെങ്കിൽ കൂടുതൽ ആളുകൾ സമാന സ്വഭാവത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്താനാണ് സാധ്യതയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം പ്രതിപക്ഷ കക്ഷികൾ ഇതൊരു വലിയ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ പശ്ചാത്തലത്തിൽ ഏത് തരത്തിലായിരിക്കും ഇതിന്റെ തുടർ നീക്കങ്ങൾ ഉണ്ടാകുക, ഈ തുടർ പ്രകമ്പനങ്ങൾ അത് നിയമസഭയ്ക്കുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം പുറത്ത് മറ്റ് മഹിളാ സംഘടനകൾ ഈ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി ഇവിടേക്ക് എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. അതിനിടയിലാണ് സർക്കാർ അനുനയ നീക്കങ്ങളുടേതെന്ന സൂചന നൽകുന്ന തരത്തിൽ 2 വട്ടം ചർച്ചയ്ക്ക് തയ്യാറാകുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങളെത്തുകയും NHM ഡയറക്ടറുമായി രാവിലെ ചർച്ച നടക്കുകയും അതിനുശേഷം ഇപ്പോൾ ആ ചർച്ച പരാജയപ്പെട്ടതിന് പിന്നാലെ ആരോഗ്യമന്ത്രി തന്നെ ആശാവർക്കർമാരെ ഈ ചർച്ചയ്ക്ക് വേണ്ടി വിളിക്കുന്ന ഒരു പശ്ചാത്തലം ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ ചർച്ച നടക്കും. വൈകാതെ വ്യക്തമാണ്. തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യനാണ് വിവരണം നൽകിയത്. ഇന്നും അല്പസമയത്തിനകം 3 മണിക്ക് ആരോഗ്യമന്ത്രി ഈ ആശാവർക്കർമാരുമായി സമരസമിതിയുമായി ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയെ പ്രതീക്ഷയാണ് ഈ സമരസമിതി കാണുന്നത്. കൊല്ലം താന്നിയിൽ 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി മാതാപിതാക്കൾ ജീവനൊടുക്കി. അജീഷ്, ഭാര്യ സുലു, മകൻ ആദി എന്നിവരാണ് മരിച്ചത്. ഇരുവിപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. സാമ്പത്തിക ബാധ്യതയും ഈ യുവാവിന്റെ അച്ഛന്റെ രോഗവും ക്രൂരകൃത്യത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. വിനീഷ് ചേരുന്നുണ്ട് കൊല്ലത്തുനിന്ന് വിവരങ്ങളുമായി. വിനീഷ്, ഏറെ സങ്കടകരമായൊരു വാർത്തയാണ് രാവിലെ കൊല്ലം താന്നിയിൽ നിന്നും വന്നത്. 2.5 വയസ്സുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തി മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവം. ഇതിന്റെ കാരണം ഈ സാമ്പത്തിക ബാധ്യത, ഈ അച്ഛന്റെ രോഗമെന്ന് പറയുന്നുണ്ട്. ഇത് തന്നെയാണോ പോലീസ് വ്യക്തമാക്കുന്നത്? തീർച്ചയായും ടോം, ഇന്നും നടുക്കുന്ന കൊലപാതകത്തിന്റെയും ആത്മഹത്യയുടെയും ഞെട്ടലിലാണ് നാട്ടുകാർ. കൊല്ലം മയനാട് താന്നിയിലാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായത്. 38 വയസ്സുള്ള അജീഷ്, 36-കാരി സുലു, ഇവരുടെ 2.5 വയസ്സുള്ള ആൺകുട്ടി ആദി എന്നിവരാണ് മരിച്ചത്. ഈ കുട്ടിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ദമ്പതികൾ ആത്മഹത്യ ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയിരിക്കുന്നത്. ഇവർ താമസിക്കുന്ന ഇവരുടെ വീട്ടിനുള്ളിലാണ് മൂവരുടെയും മൃതശരീരം കണ്ടെത്തിയത്. ദമ്പതികൾ ഫാനിൽ തൂങ്ങി മരിച്ച നിലയിലും കുട്ടി സമീപത്തുള്ള ഒരു ബെഡിൽ മരിച്ച നിലയിലുമാണ് കണ്ടെത്തിയത്. ഇരുവിപുരം പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ തുടരുന്ന സാഹചര്യമാണ് ഉള്ളത്. ടോം, എന്തായാലും വളരെ ഞെട്ടലോടെയാണ് ഈ ഒരു വാർത്ത പുറത്തു വരുന്നത്. നാട്ടുകാർക്കൊന്നും ഇത് വിശ്വസിക്കാനാകാത്ത ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 2.5 വയസ്സുള്ള ഒരു കുഞ്ഞിന്റെ മൃതശരീരം കാണേണ്ട അവസ്ഥ. അതുപോലെ തന്നെ അവരുടെ ഈ നാട്ടുകാർക്കെല്ലാം വളരെ പ്രിയപ്പെട്ടവനാണ് ഈ അജീഷ്. ഈ സുലു എന്ന് പറയുന്ന യുവതിയെ നാട്ടുകാരി തന്നെയാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇവരുടെ ഒരു വേർപാട് ഇവർക്ക് ഒന്നും താങ്ങാൻ കഴിയുന്നതിനപ്പുറമായിട്ട് തന്നെ മാറുന്നു. ഇത് സംഭവം രാവിലെ ഇവരുടെ വീട്ടിൽ ഇവർക്ക് അച്ഛനും അമ്മയും ഉണ്ട്. അമ്മയും
അച്ഛനെ കതക് തട്ടി വിളിച്ചിട്ട് ഇവർ കതക് തുറക്കാത്തതിനെ തുടർന്നാണ് നാട്ടുകാരെ വിവരം അറിയിക്കുന്നത്. അങ്ങനെ നാട്ടുകാർ വന്ന് നോക്കിയപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം കാണാനിടയായത്. പക്ഷേ ഇതിന്റെ ഒരു ഞെട്ടൽ ഇതുവരെയും മാറിയിട്ടില്ല. ഉടനെ ഈ വിവരം പോലീസിൽ വിവരം അറിയിക്കുകയാണ്. പോലീസ് എത്തി അതിന്റെ നടപടിക്രമങ്ങളാണ് ഏറ്റവും ഇപ്പോൾ നടന്നു വരുന്നത്. വ്യക്തമാണ്. എസ് വിനീഷാണ് കൊല്ലത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. എൻ്റെ വീട് അപ്പൂൻ്റെയും എന്ന ജയറാമിൻ്റെ സിനിമ മലയാളികളെ പ്രത്യേകിച്ച് മാതാപിതാക്കളേറെ കരയിപ്പിച്ചതാണ്. ഒരു കുഞ്ഞുവാവ് ഉണ്ടാകുമ്പോൾ നമ്മുടെ പല വീടുകളിലും സംഭവിക്കുന്ന യാഥാർത്ഥ്യങ്ങളെ തുറന്നു കാട്ടുന്നതായിരുന്നു 22 വർഷം മുൻപിറങ്ങിയ ആ ചിത്രം. അതുപോലൊരു കഥയാണ് കണ്ണൂരിൽ സംഭവിച്ചത്. കഴിഞ്ഞ രാത്രി കണ്ണൂർ പാറക്കലിൽ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ 12 വയസ്സുകാരി കൊലപ്പെടുത്തിയതിന് കാരണം പ്രിയപ്പെട്ടവരുടെ സ്നേഹം കുറഞ്ഞതിൻ്റെ വിരോധമാണ്. വിശദമായ ചോദ്യം ചെയ്യലിൽ പെൺകുട്ടി കുറ്റം സമ്മതിച്ചു. മാനസിക നില കണക്കിലെടുത്ത് കുട്ടിക്ക് കൗൺസിലിംഗ് നൽകും. കുട്ടിക്ക് പരിഗണനയും സംരക്ഷണവും ആവശ്യമെന്നാണ് വിലയിരുത്തൽ. കൗൺസിലിംഗിന് ശേഷം പെൺകുട്ടിയെ 12 വയസ്സുകാരിയെ കണ്ണൂരിലെ ഗേൾസ് ഹോമിലേക്ക് മാറ്റും. കെ വി ബൈജു ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൈജു, ഇതുപോലുള്ള സംഭവം നമ്മൾ സിനിമകളിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ ഏറെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു വാർത്തയാണ് ഇന്നലെ കണ്ണൂരിൽ നിന്ന് വന്നത്. ആദ്യഘട്ടത്തിൽ ബൈജു തന്നെ ഇന്നലെ സ്പോട്ട് ലൈവിൽ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കുഞ്ഞിൻ്റെ, ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിൻ്റെ മാതാപിതാക്കൾ കൊലപ്പെടുത്തിയതാകാം എന്ന രീതിയിലുള്ള ചില സംശയങ്ങളായിരുന്നുവെങ്കിൽ പിന്നീട് വിശദമായി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ഈ 12 വയസ്സുകാരിലേക്ക് അന്വേഷണം എത്തുന്നത്. ആ കുഞ്ഞ് കുറ്റം സമ്മതിക്കുന്നു, അതിൻ്റെ കാരണങ്ങളൊക്കെ വിശദീകരിക്കുന്നു. നിലവിൽ എന്താണ് പോലീസിൻ്റെ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? ടോമെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ 2003 സിബി മലയിൽ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ ആ സിനിമ അത് 2025 ആകുമ്പോൾ യാഥാർത്ഥ്യമാകുന്നു എന്നാണ് ഏറ്റവും സങ്കടകരം. ഓരോ ദിവസവും നമുക്ക് മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന അല്ലെങ്കിൽ സങ്കടകരമായ അതല്ലെങ്കിൽ ഭയപ്പെടുത്തുന്ന അത്തരം കുറ്റകൃത്യങ്ങളുടെയും മറ്റും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ. അത്തരത്തിൽ വലിയ തോതിൽ മനസ്സിനെ നൊമ്പരപ്പെടുത്തുന്ന ഒരു സംഭവം തന്നെയാണ് ഈ പാപ്പനശ്ശേരിയിൽ ഉണ്ടായത്. അവർക്ക് സ്വന്തം കുഞ്ഞിനെ നഷ്ടപ്പെട്ടു, ഒപ്പം നെഞ്ചോട് ചേർത്ത് പിടിച്ച മറ്റൊരു മകളെ കൂടി നഷ്ടപ്പെട്ടിരിക്കുന്നു. ആ അച്ഛനും അമ്മയും ഇപ്പോഴും അവർ ആ 12 വയസ്സുകാരി ഈ ഒരു കൃത്യം ചെയ്യുമെന്ന് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഉൾക്കൊള്ളാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നാണ് വാസ്തവം. എന്നാലും ഈ പെൺകുട്ടി ഇപ്പോൾ ഈ പെൺകുട്ടിയുടെ മാനസിക നില പരിഗണിച്ച് ഇപ്പോൾ കൗൺസിലിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഗേൾസ് ഹോമിലേക്കാണ് ഈ കുട്ടിയെ മാറ്റുക. എന്തായാലും അത്രത്തോളം സങ്കടകരമായ ഒരു വാർത്തയായിരുന്നു ഇത്. ഏതെങ്കിലും തരത്തിൽ ഈ പെൺകുട്ടിയെ തുടക്കത്തിൽ ഒരു സംശയിക്കുന്ന സാഹചര്യവും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ അച്ഛനെയും അമ്മയും വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് പിന്നീട് ആ മുറിക്കകത്തുണ്ടായിരുന്ന 5 പേർ മാത്രമായിരുന്നു. അങ്ങനെയാണ് ഈ പെൺകുട്ടിയിലേക്ക് എത്തുന്നതും വിശദമായി ചോദ്യം ചെയ്യുന്നതും ഈ കാര്യങ്ങളൊക്കെ കുട്ടി വിശദമാക്കുന്നതും. എന്തായാലും ഈ കുടുംബം അത്രത്തോളം ഈ മാതാപിതാക്കളില്ലാത്തൊരു കുട്ടിയെ തന്റെ സ്വന്തം മകളായി വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്, ഈ പാപ്പനശ്ശേരിയിലേക്ക് വാടക വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. അതുമാത്രമല്ല വലിയ തോതിൽ ആക്രി സാധനങ്ങളൊക്കെ പറക്കി ജീവിക്കുന്ന ഒരു വളരെ സാധാരണപ്പെട്ട ഒരു കുടുംബമാണ്. ആ കുടുംബമാണ് ഇത്തരത്തിൽ 2 കുട്ടികളെയും 10 വയസ്സുള്ളയും 12 വയസ്സുള്ളയും തന്റെ സഹോദരന്റെ അനാഥരായ 2 കുട്ടികളെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്നത്. പിന്നീട് സ്വന്തം കുഞ്ഞിനെ തന്നെ ഇല്ലാതാക്കുന്നവരായി അവർ മാറുന്നു. അതിപ്പോഴും ആ കുടുംബത്തിന് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വാസ്തവം. അത്തരത്തിൽ അവർ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവമാണ്. ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ ഓരോ കുടുംബങ്ങൾക്കും ഇതൊരു പാഠമാണ്. ഇത്തരം സംഭവങ്ങൾ ഒരു പക്ഷേ ഓരോ വീടുകളിലും ഇപ്പോഴും നടക്കുന്നുണ്ടാവും. അത് ഒരു പക്ഷെ ശ്രദ്ധ നമുക്ക് അത് വരാത്ത ഒരു സാഹചര്യത്തിലായിരിക്കാം ഇങ്ങനെ ഒരു ഘട്ടത്തിലേക്ക് കുട്ടികൾ പോകുന്നതും ഒരു വലിയ വൈരാഗ്യത്തിലേക്ക് പോവുകയും അത്രത്തോളം വലിയൊരു ക്രൂരകൃത്യം ചെയ്യുകയും ചെയ്തത്. അതിൽ ഈ കുട്ടി ഇപ്പോൾ വലിയ തോതിൽ മാനസിക നില പ്രശ്നമുണ്ടെന്ന് തന്നെയാണ് പോലീസും പറയുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ഏതെങ്കിലും തരത്തിൽ ചോദ്യം ചെയ്യുന്നതിലേക്ക് ഒന്നും ഇനി കടക്കുന്നില്ല. ഈ കുട്ടിയെ കുറ്റം സമ്മതിച്ചിരിക്കുന്നു. താനാണ് ഈ കുട്ടിയെ ഇത്തരത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന കുട്ടിയെ എടുത്തുകൊണ്ടുപോയി കിണറ്റിലേക്ക് എറിഞ്ഞതും പിന്നീട് ഇതേ വിവരം വീട്ടുകാരെ അറിയിക്കുന്നതും. എന്തായാലും ആ കാര്യങ്ങളൊക്കെ കൃത്യമായി ഈ കുട്ടി പോലീസ് ചോദ്യം ചെയ്യൽ സമ്മതിച്ചിട്ടുണ്ട്. ഇനി കൂടുതൽ ഈ കുട്ടിയെ ചോദ്യം ചെയ്യേണ്ടതില്ല. വളരെ ജാഗ്രതയോടുകൂടിയാണ് പോലീസ് ഈ കേസ് കൈകാര്യം ചെയ്യുന്നത്. അത്രത്തോളം മനസ്സിനെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൊമ്പരപ്പെടുത്തുന്ന ഒരു വാർത്തയാണ്. 2 മക്കളെയും നഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു കുടുംബം, അവരുടെ ഒരു ദയനീയാവസ്ഥ, അത്തരത്തിലൊരു സാഹചര്യത്തിലൂടെയാണ് അവരും കടന്നു പോകുന്നത്. ഇത് ഓരോ കുടുംബത്തിലും ഇത്തരം ശ്രദ്ധ വേണ്ടിയിരിക്കുന്നു എന്ന ഒരു സന്ദേശം ഇതിൽ നിന്നും സൂചിപ്പിച്ചതുപോലെ ഒരു തമിഴ് കുടുംബമാണ്, തമിഴ്നാട്ടുകാരാണ്. ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് കണ്ണൂരിലെത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. ഇവര് നാട്ടിലെത്തിയത് അന്ന് മുതൽ തന്നെ, അതായത് സഹോദരന്റെ
കുഞ്ഞാണ് ഈ 12 വയസ്സുകാരി, ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ 12 വയസ്സുകാരി എന്നാണല്ലോ പുറത്തു വന്ന വിവരങ്ങൾ. അവർ ഈ എത്ര നാളായി ഈ പെൺകുട്ടി ഈ പിതാവിൻ്റെ സഹോദരനും കുടുംബത്തിനൊപ്പം താമസം തുടങ്ങിയിട്ട്? ഇവർക്കൊപ്പം, ഈ കുട്ടിക്കൊപ്പം മറ്റൊരു സഹോദരി കൂടി ഉണ്ടെന്നല്ലേ അറിയാൻ കഴിഞ്ഞത്? തീർച്ചയായും ടോമി, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ഈ മുത്തു എന്ന് പറയുന്ന ആളുടെ സഹോദരൻ മരണപ്പെടുന്നത്. അതോടുകൂടി ഈ 2 കുട്ടികൾ അനാഥരാവുകയായിരുന്നു. കാരണം ഇവരുടെ അമ്മ നേരത്തെ ഉപേക്ഷിച്ച് പോയതാണ്. ആരും നോക്കാനില്ലാത്ത 2 കുട്ടികൾ, അവരെ താൻ വിദ്യാഭ്യാസം നൽകി താൻ വളർത്തിക്കൊള്ളാം, തന്റെ സ്വന്തം മക്കളായി വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞാണ് ഈ പാപ്പനിശ്ശേരിയിലെ വാടക വീട്ടിലേക്ക് ഇവർ കൊണ്ടുവരുന്നത്. അതിനുശേഷം അടുത്ത വർഷം ഇവരെ പുതിയ ക്ലാസ്സിലേക്ക്, സ്കൂളിലേക്കൊക്കെ ചേർക്കാൻ വളരെ സന്തോഷകരമായ ആ രീതിയിൽ അത്രത്തോളം സ്നേഹിച്ച് ആ രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ആലോചന ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ദുരന്തം ആ വീട്ടിൽ വന്നു ചേർന്നതെന്ന് പറയേണ്ടി വരും. ഒരു ദുർബലമായ നിമിഷത്തിൽ ആ കുട്ടിക്ക് തോന്നിയ ഒരു കാര്യം, തനിക്ക് കിട്ടേണ്ട സ്നേഹം അത് ഇനി ഈ കുട്ടി വളർന്നാൽ കിട്ടാതാകുമോ എന്നൊക്കെയുള്ള ഒരു ഒരു ആദിയുടെ പുറത്ത് നടത്തിയ ഒരു കൊലപാതകം. അതോടുകൂടി ഈ കുടുംബവും ഒരു തകർന്ന അവസ്ഥയായി. കാരണം അത്രത്തോളം സന്തോഷകരമായ ഒരു ജീവിതമായിരുന്നു ഇവരുടേതാണെന്നാണ് ഈ തൊട്ടടുത്തുള്ള അയൽവാസികളൊക്കെ പറയുന്നുണ്ടായിരുന്നത്. കാരണം ഇതൊരു അതിഥി തൊഴിലാളികൾ മുഴുവൻ താമസിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. അന്നേക്കുള്ള ആഹാരം കണ്ടെത്തുന്നതിന് നിത്യ അത്തരത്തിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന വളരെ വ്യക്തമാണ്. KV ബൈജു ആണ് വിവരങ്ങൾ നൽകിയത്. കണ്ണൂരിൽ നിന്ന് ഇന്നലെയാണ് ഈ സങ്കടകരമായ വാർത്ത വന്നത്. ഈ 4 മാസം പ്രായമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തിയ കേസിൽ 12 വയസ്സുള്ള പെൺകുട്ടിയെ ഗേൾസ് ഹോമിലേക്ക്, കണ്ണൂരിലെ ഗേൾസ് ഹോമിലേക്ക് മാറ്റിയിട്ടുണ്ട്. കടയിൽ നിന്നും ഒരേ ഷർട്ട് തെരഞ്ഞെടുത്തതിനെ ചൊല്ലി കോഴിക്കോട് നാദാപുരത്ത് യുവാക്കൾ തമ്മിൽ തല്ല്. നാദാപുരം കല്ലാച്ചി റോഡിൽ സ്വകാര്യ ക്ലിനിക്കിന് സമീപമാണ് ഷർട്ടിനെ ചൊല്ലി യുവാക്കൾ തമ്മിലടിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രി തുണിക്കടയിൽ നിന്ന് ആരംഭിച്ച തല്ല് റോഡിലേക്ക് വ്യാപിക്കുകയായിരുന്നു. പോലീസ് സ്ഥലത്തെത്തിയതോടെ യുവാക്കൾ ഓടി രക്ഷപ്പെട്ടു. കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇത് എന്തൊരു അവസ്ഥയാണ്? കാരണം നിസ്സാര പ്രശ്നങ്ങളുടെ പേര്, ഒരു ഷർട്ട് തെരഞ്ഞെടുപ്പിനെ ചൊല്ലിയൊക്കെ തർക്കമുണ്ടാകുന്നത് തമ്മിൽ തല്ലിൽ കലാശിക്കുന്നു. ഇത് വലിയൊരു സംഘം തന്നെ ഉണ്ടല്ലോ ഈ ആക്രമണത്തിന്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. അങ്ങനെ സംഘടിച്ചെത്തി ആക്രമിക്കുകയായിരുന്നോ, അതോ പെട്ടെന്നുള്ള പ്രകോപനം ഈ ഒരു തമ്മിൽ തല്ലിൽ കലാശിക്കുകയായിരുന്നോ? ടോം, അടിയുണ്ടാക്കാൻ എന്തൊക്കെ കാരണങ്ങൾ വേണം എന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഈ യുവാക്കൾ തമ്മിലുള്ള സംഘർഷങ്ങൾ മാറിയിരിക്കുന്നത്. നമുക്ക് അറിയാം, ഒരു ജൂട്ട് തീർത്ത ചാക്ക് പോലെ തോന്നുന്ന ഒരു ഷർട്ടാണ് ഈ നാദാപുരത്തെ ഒരു കല്ലാച്ചിയിലെ ഒരു കടയിൽ ഉണ്ടായിരുന്നത്. ആ ഷർട്ട് ഒരേ സമയത്ത് 2 യുവാക്കൾക്ക് ഈ ഷർട്ട് ഇഷ്ടപ്പെടുകയും ആദ്യം എടുത്ത ആൾക്ക് ഈ ഷർട്ട് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഇതേ തുടർന്ന് കടയിൽ വെച്ച് തന്നെ 2 യുവാക്കളും തമ്മിൽ വാക്കേറ്റമുണ്ടാവുകയും പരസ്പരം കയ്യേറ്റത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തു. അതിനുശേഷം കടക്കാരൊക്കെ ഇടപെട്ട് ആണ് പ്രശ്നം പരിഹരിച്ച് പുറത്തേക്ക് വിട്ടത്. പിന്നീട് പക്ഷേ ഇതിന് പിന്നാലെ വീണ്ടും നാദാപുരം കല്ലാച്ചി റോഡിലെ ഒരു സ്വകാര്യ ക്ലിനിക്കിന് സമീപത്ത് വെച്ച് വീണ്ടും യുവാക്കൾ തമ്മിൽ ഈ വിഷയത്തെ ചൊല്ലി അടി ഉണ്ടാവുകയായിരുന്നു. രാത്രി തുണിക്കടയിൽ നിന്നും ആദ്യം ആരംഭിച്ച അടിയാണ് പിന്നീട് ഈ കല്ലാച്ചി റോഡിലെ ക്ലിനിക്കിനടുത്തേക്ക് എത്തിയത്. ഈ അടി ആരംഭിച്ചതോടുകൂടി തന്നെ യുവാക്കളുടെ സുഹൃത്തുക്കളായ ആളുകൾ ഇരുപക്ഷത്തുമായി അണിനിരുന്നു. കുറേയധികം യുവാക്കളെത്തി. ഇവരും പരസ്പരം തല്ലുകൂടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി. പിന്നീട് പോലീസ് ഈ സംഘർഷം അറിഞ്ഞ് സ്ഥലത്തെത്തിയതോടുകൂടി യുവാക്കൾ സ്ഥലത്ത് നിന്നും പിരിഞ്ഞുപോയി. പിന്നീട് ഇതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവരികയും അത് സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ പ്രചരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇരുവിഭാഗവും തമ്മിൽ 2 വ്യക്തികൾ തമ്മിലുണ്ടായ അടി 2 വിഭാഗമായി ഒരു അടിയിലേക്ക്, 2 ഗ്യാങ്ങുകൾ തമ്മിലുള്ള ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയ സാഹചര്യത്തിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാനാവില്ല എന്നൊരു വിലയിരുത്തലാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ രാത്രി കടുത്ത പോലീസ് സുരക്ഷാ സന്നാഹം ആ പ്രദേശത്ത് ഏർപ്പെടുത്തുകയും ചെയ്തു. ഇനിയും ഒരുപക്ഷെ ഈ സംഘങ്ങൾ തമ്മിൽ ഈ വിഷയത്തെ ചൊല്ലിയുള്ള സംഘർഷം തള്ളിക്കളയാൻ കഴിയില്ല എന്ന് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും വളരെ കൗതുകമുള്ള ഒരു സാഹചര്യം തന്നെയാണിത്. കാരണം തീർച്ചയായും ഭയപ്പെടുത്തുന്ന കാഴ്ചകളാണ്. അനീഷ് തന്നെ ഇന്ന് സ്പോട്ട് ലൈവിൽ ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്തത് ലഹരിക്കടിമയായ യുവാവ് ഭാര്യയെ കൊലപ്പെടുത്തിയ വാർത്ത. ഈ പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലയിലെ പല പ്രദേശങ്ങളും ലഹരി സംഘങ്ങളുടെ പിടിയിലാകുന്നുണ്ട്. ഈ
അക്രമം നടത്തിയവർ, സംഘർഷത്തിന്റെ ഭാഗമായ യുവാക്കൾ ലഹരി ഉപയോഗിക്കുന്നവരാണോ, ലഹരിക്ക് അടിമകളാണോ, അതല്ലെങ്കിൽ സ്ഥിരം ഇതുപോലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവരാണോ? കോഴിക്കോടാണ് ഒരു ഷർട്ടിനെ ചൊല്ലി യുവാക്കൾ തമ്മിലടിച്ചത്. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, ഈ സ്ഥിരം ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടുന്നവരാണോ, സ്ഥിരം പ്രശ്നം ഉണ്ടാക്കുന്നവരാണോ യുവാക്കൾ? അങ്ങനെ സ്ഥിരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണോ എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. പക്ഷേ ഈ ഒരു വളരെ നിസ്സാരമായ കാര്യത്തിന് ഏറ്റുമുട്ടുമ്പോൾ ഒരു ഷർട്ട് രണ്ടുപേരും ഒരേ രീതിയിൽ അതിനെ കാണുന്നു. അതിനുശേഷം ആ ഷർട്ടിന് വേണ്ടി രണ്ടുപേരും നിലനിൽക്കുന്നു. രണ്ടുപേരും ഇതിന്റെ പേരിൽ പരസ്പരം വാക്കേറ്റത്തിലേക്ക് നീങ്ങുന്നു. ഇത്തരമൊരു സാഹചര്യം ഉണ്ടായപ്പോൾ പിന്നീട് ഇതേ കാര്യം പറഞ്ഞ് വീണ്ടും പുറത്തുവച്ച് ഏറ്റുമുട്ടുന്നു. അവരോടൊപ്പം അവരുടെ അനുകൂലിക്കുന്ന യുവാക്കളുടെ മറ്റു സംഘങ്ങൾ ഒപ്പം ചേരുന്നു. ഒരു കൂട്ടടിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. എന്നിങ്ങനെയാണ് ഈ കാര്യത്തെ വിലയിരുത്തുന്നത്. എന്താണ് ഇതിന്റെ ഒരു പിൻവശത്തുള്ള കാര്യങ്ങൾ? ഒരുപക്ഷെ ഇവർ ലഹരിയുമായി ഇടപെടുക അങ്ങനെയുണ്ടോ, മദ്യപിച്ച നിലയിലായിരുന്നോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മുൻതർക്കം ഇരുവരും ഈ വിഭാഗം തമ്മിലുണ്ട്, കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടവരാണോ എന്നീ വിവരങ്ങളൊക്കെ ഇനിയും ഒരുപക്ഷെ പോലീസ് ഈ വിഷയത്തെക്കുറിച്ച് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എന്താണ് ഈ കാര്യത്തിലേക്ക് നയിച്ചത് എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ അന്വേഷണം തന്നെ നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഇനിയും ഈ വിഷയത്തെ ചൊല്ലി സംഘർഷങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ തള്ളിക്കളയാൻ കഴിയില്ല. ഈ വിഭാഗവും പരസ്പരം ഏറ്റുമുട്ടുകയായിരുന്നു. അതുകൊണ്ട് ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടത്തി ഇരു വിഭാഗവും തമ്മിൽ ഒരു ഒത്തുചേർന്ന് പോകുന്ന നിലപാടിലേക്ക് വരുമോ എന്നതാണ് കാണേണ്ടത്. അല്ലെങ്കിൽ പരസ്പരം ചേരിതിരിഞ്ഞ് ഇനിയും സംഘർഷത്തിലേക്ക് നീങ്ങുമോ എന്നതൊക്കെ അറിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ തല്ലുണ്ടാക്കാൻ ഓരോ കാരണം കണ്ടെത്തി നടക്കുന്നവർ, പ്രത്യേകിച്ച് ഒരു ചെറിയൊരു ഷർട്ടിന്റെ പേരിൽ യുവാക്കൾ തമ്മിൽ തല്ലുന്നത് വലിയ സംഘർഷമായി മാറുന്നു. സ്ഥലത്ത് അത് ക്രമസമാധാന പ്രശ്നമായി മാറുന്നു. പോലീസിന്റെ വലിയൊരു സന്നാഹം തന്നെ ഇപ്പോൾ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനി വീണ്ടും ഒരുപക്ഷെ സംഘർഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് കണക്കിലെടുത്ത് അതീവ ജാഗ്രത തന്നെയാണ് പോലീസുമുള്ളത്. കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വൻ കഞ്ചാവ് വേട്ട. 5 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി. ബാങ്കോക്കിൽ നിന്ന് 15 കിലോ കഞ്ചാവുമായി എത്തിയ 2 സ്ത്രീകളാണ് പിടിയിലായത്. രാജസ്ഥാൻ സ്വദേശി മാൻവി, ഡൽഹി സ്വദേശി സ്വാൻവി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. ഡാനി, ഈ വിമാനമാർഗം വിദേശ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലേക്ക് വലിയ രീതിയിൽ, പ്രത്യേകിച്ചും ഈ ഹൈബ്രിഡ് കഞ്ചാവ് ഇവിടേക്ക് എത്തിക്കുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ന്യൂസ് 8 നൽകിയ അഭിമുഖത്തിൽ ഈ കഞ്ചാവ് കേസിൽ പിടിയിലായ ഒരു യുവാവ് തന്നെ തുറന്നു പറഞ്ഞതാണ്. ഇതെങ്ങനെയാണ് ഈ സ്ത്രീകളിലേക്ക്, ഈ യുവതികളിലേക്ക് അന്വേഷണം എത്തുന്നത്? ഏതെങ്കിലും രഹസ്യവിവരത്തിൽ നടത്തിയ പരിശോധനയാണോ ഇവർ പിടിയിലാകുന്നത്? ടോം, കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഈ നെടുമ്പാശ്ശേരി കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ ലഹരി കടത്ത് അത് വ്യാപകമാകുന്നു എന്ന രീതിയിലുള്ള ചില വിവരങ്ങൾ ഉണ്ടായിരുന്നു. ചിലരെക്കുറിച്ച് വളരെ സോളിഡായ രഹസ്യ വിവരങ്ങളടക്കം കസ്റ്റംസിന് ലഭിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടപടികൾ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. ഈ അടുത്തിടെയാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് കൂടുതലായിട്ട് കേരളത്തിലേക്ക് എത്തുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി കേരളത്തിൽ പലയിടങ്ങളിലായിട്ട് ലഹരി കേസുകൾ പിടികൂടുന്നുണ്ട്. വളരെയധികം ലഹരി, പ്രത്യേകിച്ച് കഞ്ചാവ് പോലുള്ള സംഭവങ്ങളെല്ലാം തന്നെ പലരിലേക്കും സുലഭമായി എത്തുന്ന രീതിയെല്ലാം ഉണ്ട്. അതിൻ്റെ ഒരു മുന്തിയ ഇനം ആണ് ഇപ്പോൾ ഈ ഹൈബ്രിഡ് എന്ന പേരിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നത്. ഇങ്ങനെയുള്ള കടത്തും വളരെ കൂടുതലായി വരുന്നു. പ്രത്യേകിച്ച് സ്ത്രീകളാണ് ഇതിൻ്റെ ഒരു കാരിയർമാരാകുന്നത് എന്ന രീതിയിലുള്ള വിവരങ്ങളും കസ്റ്റംസിന് ലഭിക്കുകയും ചെയ്തു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരീക്ഷണം ശക്തമായിരുന്നു. അവർക്ക് കിട്ടിയ വിവരങ്ങൾ പോലെ തന്നെ സ്ത്രീകളാണ് പല കേസുകളിലും അറസ്റ്റായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇതര സംസ്ഥാനത്തു നിന്നുള്ളവരും വിദേശത്തു നിന്ന് വരുന്ന അവരുമെല്ലാം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിടിയിലായിട്ടുണ്ട്. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഡൽഹി, രാജസ്ഥാൻ സ്വദേശികളാണ് ഇതിൽ പിടിയിലായിട്ടുള്ളത്. ഇവരൊരു മോഡലാണെന്നും ഒരാൾ മേക്കപ്പ് വുമൺ ആണെന്നും എല്ലാം തന്നെ പറയുന്നുണ്ട്.
എന്തായാലും അത്തരം കാര്യങ്ങൾ കസ്റ്റംസ് അന്വേഷിച്ച് വരികയാണ്. ഇവരിൽ നിന്ന് 15 കിലോ ഗഞ്ചാവ് ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടത് പിടികൂടിയിരിക്കുന്നു. 5 കോടിയോളം രൂപ ഇതിന് മാർക്കറ്റിൽ വില വരുമെന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ കൂടുതൽ അന്വേഷണം നടത്തി വരികയാണ്. പ്രത്യേകിച്ച് ഡാനി, അതോടൊപ്പം കളമശ്ശേരി പോളിടെക്നിക് കഞ്ചാവ് കേസിലും മുഖ്യപ്രതികൾ പിടിയിലായെന്ന വിവരമുണ്ടല്ലോ. ബംഗാൾ സ്വദേശികളായ സുഹേൽ ഷേഖ്, അഹിന്ദ എന്നിവരെയാണ് മൂവാറ്റുപുഴയിൽ നിന്നും പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇരുവരുമാണ് വിദ്യാർത്ഥികൾക്ക് ഈ കളമശ്ശേരിയിലെ ഹോസ്റ്റലിലേക്ക് കഞ്ചാവ് എത്തിച്ചു നൽകിയത് എന്നാണ് പോലീസും കണ്ടെത്തിയിരിക്കുന്നത്. ഇവർ പതിവായി ഈ കളമശ്ശേരി ഉൾപ്പെടുന്ന കോളേജുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന സംഘത്തിൽപ്പെട്ടവരാണോ? ലഹരി വിദ്യാർത്ഥികളിലേക്ക് എത്തിക്കുന്ന സംഘത്തിലെ മുഖ്യ പ്രതികളാണ് ഇവരെന്നാണ് പോലീസ് പറയുന്നത്. ഒരു ഘട്ടത്തിൽ സുഹൈൽ ബായ് എന്ന് പറയുന്ന ഒരാൾക്ക് വേണ്ടി പോലീസ് കാര്യമായ രീതിയിലൊരു അന്വേഷണം നടത്തിയിരുന്നു. അയാൾ തന്നെയാണ് ഈ സുഹൈൽ ഷെയ്ഖ് എന്നതാണ് പോലീസ് ഇപ്പോൾ സമർത്ഥിക്കുന്നത്. കാരണം ഇവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾക്ക് വേണ്ടിയുള്ള ഒരു അന്വേഷണം തുടങ്ങിയത്. ഈ സുഹൈൽ ഷെയ്ഖാണ് ഇവരിൽ നിന്ന്, ഈ പിടിയിലായവരിൽ 3ാം വർഷ വിദ്യാർത്ഥിയായ അനുരാജിൽ നിന്ന് പണം കൈപ്പറ്റിയിരിക്കുന്നത് ഈ സുഹൈൽ ഷെയ്ഖാണ്. ഇവരിൽ നിന്ന് പണം കൈമാറിയതിൻ്റെ വിവരങ്ങളടക്കം ഇയാളിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട്. അനുരാജിന് ഏതെല്ലാം വിദ്യാർത്ഥികൾ പണം നൽകി എന്നതടക്കമുള്ള വിവരങ്ങളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. 4 കിലോ കഞ്ചാവാണ് ഇവർക്ക് വേണ്ടി നൽകിയതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ 2 കിലോ മാത്രമാണ് ഈ പോളിടെക്നിക്കിൽ നിന്ന് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റത് ആർക്ക് കൊടുത്തു, ഇവർ മറിച്ചു വിറ്റു എന്നതെല്ലാം തന്നെ പറയുന്നുണ്ട്. പക്ഷേ അതിന് കുറച്ചുകൂടി ആധികാരികത വരേണ്ടതുണ്ട്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായി നിലനിൽക്കുന്നതാണ് എന്നതാണ്, ഈ ഒരു ശൃംഖല നിലനിൽക്കുന്നതാണ് എന്നാണ് പോലീസ് സംശയിക്കുന്നത്. ഇവിടേക്ക് മാത്രമല്ല, മറ്റു പലയിടങ്ങളിലേക്കും, പ്രത്യേകിച്ച് കളമശ്ശേരിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് ഹോസ്റ്റലുകളുണ്ട്, അനധികൃതമായ PG സ്റ്റേകളും ഹോസ്റ്റലുകളും എല്ലാം തന്നെയുണ്ട്. ഇവിടങ്ങളിലെ പലരും ഇവരുടെ ഒരു സ്ഥിരം കസ്റ്റമേഴ്സ് ആണെന്നതടക്കമുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പോലീസ് പരിശോധന നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ പലരിൽ നിന്നും കഞ്ചാവ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പല കേസുകളും അവിടെ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇവരിലേക്ക് എത്തുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണി ഈ സുഹൈൽ ഷെയ്ഖും ഉൾപ്പെടുന്ന ഒരു റാക്കറ്റാണ് എന്നതാണ് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ നൽകിയത്. നമ്മൾ ഇന്ന് പരിശോധിച്ച സ്പോട്ട് ലൈവിൽ പരിശോധിച്ച ഓരോ കൊലക്കേസുകളും അടിപിടി കേസും ഒക്കെ പരിശോധിച്ചാലും അതിലൊക്കെ ലഹരിയായിരുന്നു വില്ലൻ. അതേ രീതിയിൽ കേരളത്തിലെ യുവാക്കളെ നശിപ്പിക്കുന്ന രീതിയിൽ കേരളത്തിലേക്ക് കഞ്ചാവും MDMA ഉൾപ്പെടെയുള്ള മാരക ലഹരി വസ്തുക്കൾ എത്തിക്കുന്നുണ്ട്. ചില ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ മാത്രമാണ് പോലീസ് പ്രതികളെ പിടികൂടുന്നത്. ഈ ലഹരി സംഘങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടിയുള്ള നടപടികൾ പോലീസും എക്സൈസും കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്യേണ്ടത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.